ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുടർച്ചയായി നമ്മൾ മൈൻഡ്ഫുൾനെസ്സിന്റെ പ്രത്യേകിച്ച് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകളാണ് ആന്റണി സാറിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ നാർസിസ്റ്റിക് ആ പേഴ്സണാലിറ്റി ഡിസോർഡർ അഫക്റ്റ് ചെയ്യുന്ന വ്യക്തികളെ കുറിച്ച്, അതുമായിട്ട് ബന്ധപ്പെടുന്ന വ്യക്തികളെ കുറിച്ചെല്ലാം നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചു. ഇന്ന് അങ്ങനെയുള്ള വ്യക്തികൾ നമുക്ക് തരുന്ന ബിറ്റർ ആയിട്ടുള്ള എക്സ്പീരിയൻസ്, അതിനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ സാറിന്റെ ക്ലാസ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ നമുക്ക് കൂടുതൽ ശ്രദ്ധയോടെ കേൾക്കാം. തീർച്ചയായിട്ടും നമുക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഇത് ഒത്തിരി പ്രയോജനകരമാകും. കാരണം നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് സാധാരണ ജീവിതത്തിൽ ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു രീതിയാണ്. കാരണം ഈ വ്യക്തി എപ്പോഴും നമ്മളോട് ചേർന്ന് നിൽക്കാനുള്ള സാധ്യതകൾ കൂടുതൽ, ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് എപ്പോഴും കാണും. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ഒരു വ്യക്തിയെ മാനേജ് ചെയ്യുക അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തെ മാനേജ് ചെയ്യുക എന്നാണ് തീർച്ചയായിട്ടും ഒരു സ്കിൽ. അതിന് ചില സ്കില്ലുകൾ വേണം. അപ്പോൾ ആ സ്കില്ലാണ് മൈൻഡ്ഫുൾനെസ്സിന്റെ തരത്തിൽ നിന്നുകൊണ്ട് ആന്റണി സാറിനോട് നമുക്ക് ലഭിക്കുന്നത്. എല്ലാവരും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ആന്റണി സാറിനെയും. ആന്റണി സാർ, യു ആർ വെൽക്കം. ഓക്കെ, താങ്ക് യു സാബ് സാർ. ഞാൻ എല്ലാവർക്കും ഒരു നല്ല സായാഹ്നം ആശംസിക്കുന്നു. സാബ് സാർ പറഞ്ഞതുപോലെ നമ്മൾ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചുള്ള ആ ക്ലാസ്സുകളിലൂടെ കടന്നു പോവുകയാണ്. ഇതേ വിഷയത്തെക്കുറിച്ചുള്ള 11ാമത്തെ ക്ലാസ് ആണ്. ഇന്നത്തെ നമ്മളുടെ വിഷയം എന്ന് പറയുന്നത് ആത്മാരാധകരായ വ്യക്തികളുടെ ഇരയായി തീർന്ന് ശാരീരികവും മാനസികവുമായ രീതിയിൽ തലങ്ങളിൽ നമ്മൾ വേദന അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു യാഥാർത്ഥ്യത്തെ വളരെ റാഡിക്കലായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ വളരെ തിക്തമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയി എന്നുള്ള ആ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുക എന്നുള്ളതാണ്. സമൂലമായ ഒരു അംഗീകാരമാണ് നമ്മൾ കൊടുക്കുന്നത്. പലപ്പോഴും പല യാഥാർത്ഥ്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അംഗീകരിക്കാൻ തയ്യാറല്ല. ചിലപ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ മരണം, അത് അംഗീകരിക്കാൻ അല്ലെങ്കിൽ അതൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ എടുത്തുനിന്ന് വരും. അതുപോലെ തന്നെ ചിലപ്പോൾ നമുക്കുണ്ടാകുന്ന രോഗങ്ങൾ, ആ രോഗത്തെ അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. റാഡിക്കലായിട്ട് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ പോലും ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ ഡിനേ ചെയ്യുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്താൽ നമ്മളുടെ ആ പ്രശ്നം, നമ്മളുടെ ആ വേദന അല്ലെങ്കിൽ വിഷമം പകുതിയോളം കുറയും. കാരണം കുറെ കൂടി നമ്മൾ റിലാക്സ്ഡ് ആകും. കാരണം നമ്മൾ ആ യാഥാർത്ഥ്യത്തെ മാനസികമായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് റാഡിക്കലായിട്ടുള്ള ഒരു അക്സെപ്റ്റൻസ് എന്താണ്, അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തുമാത്രം നമുക്ക് സഹായകമാകും, അതിനുള്ള മൈൻഡ്ഫുൾ ആയിട്ടുള്ള ആ മെത്തേഡ്സ് അല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വിശദാംശങ്ങളിലേക്ക് പോകാം. ഓക്കെ, ഇന്നത്തെ വിഷയം എംബ്രേസിംഗ് റാഡിക്കൽ അക്സെപ്റ്റൻസ് ആഫ്റ്റർ നാർസിസിസ്റ്റിക് അബ്യൂസ്. ഈ റാഡിക്കൽ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് മൈൻഡ്ഫുൾനെസ്സുമായിട്ട്, സെൻ ബുദ്ധിസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകും. ഇതിന്റെ ഒബ്ജക്റ്റീവ്സ്, ഇന്നത്തെ ഞാൻ എടുക്കുന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് വാട്ട് ഈസ് റാഡിക്കൽ അക്സെപ്റ്റൻസ്, അതുപോലെ കീ ആസ്പെക്ട്സ് ഓഫ് റാഡിക്കൽ അക്സെപ്റ്റൻസ്, വാട്ട് റാഡിക്കൽ അക്സെപ്റ്റൻസ് ഈസ് നോട്ട്, മൈൻഡ്ഫുൾ ടൂൾസ് ഓഫ് റാഡിക്കൽ അക്സെപ്റ്റൻസ്. ഇത്രയും കാര്യങ്ങളെ കുറിച്ച് ആണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് സൂചിപ്പിച്ചതുപോലെ റാഡിക്കൽ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് സെൻ ബുദ്ധിസം അതുപോലെ മൈൻഡ്ഫുൾനെസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാണ്, അല്ലെങ്കിൽ അതിലാണ് അതിൻ്റെ അടിസ്ഥാനം, മൈൻഡ്ഫുൾനെസ്സിലും അതുപോലെ സെൻ ബുദ്ധിസത്തിലും. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അതായത് അത് നമ്മളൊരു യാഥാർത്ഥ്യത്തെ അതായിരിക്കുന്ന രീതിയിൽ നമ്മുടേതായിട്ടുള്ള മുൻവിധികളില്ലാതെ, വിതൗട്ട് ജഡ്ജ്മെന്റ്, അത് വലിയൊരു ഇതാണ്, അതില്ലാതെ
അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ഇല്ലാതെ നമ്മൾ ഒന്നിനെയും തീർച്ചയായിട്ടും നമ്മൾ റെസിസ്റ്റ് ചെയ്യാതെ എന്ത് ചെയ്യുന്നു, ഒരു യാഥാർത്ഥ്യം പെയിൻഫുൾ ആണ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആണ് എങ്കിൽ പോലും നമ്മൾ അതിനെ പൂർണ്ണമായിട്ടും മറ്റു നിബന്ധനകളൊന്നുമില്ലാതെ പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിനെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. ഒരു അംഗീകാരമല്ല, അംഗീകാരത്തിന് അപ്പുറത്ത് ഈ റാഡിക്കൽ അക്സെപ്റ്റൻസ് പോകുന്നുണ്ട്. വാസ്തവത്തിൽ അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അംഗീകാരമാണെന്ന് നമുക്ക് പറയാം. ഒരു ഒരു കാര്യത്തെ, ഒരു വസ്തുതയെ അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ റാഡിക്കൽ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് അതിനപ്പുറമാണ്. കാരണം നമ്മൾ ആ ഒരു യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുന്നതിനോടൊപ്പം തന്നെ എന്താണ്, വളരെ ആഴത്തിൽ കംപ്ലീറ്റ് അക്സെപ്റ്റൻസിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ എന്താണ്, ആ അംഗീകാരം നമ്മൾ കൊടുക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ആ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുന്നു എന്ന് പറയുന്നത് എ പ്രൊഫൗണ്ട് ഇന്റേണലൈസേഷൻ എന്ന് കൂടി പറയാം. അതായത് നമ്മൾ അതിനെ നെഞ്ചിലേറ്റുന്നു, അല്ലെങ്കിൽ നമ്മൾ ഹൃദ്യസ്ഥമാക്കുന്നു, നമ്മുടെ തന്നെ സ്വന്തമാക്കി മാറ്റുകയാണ് എന്തോ ഒരു യാഥാർത്ഥ്യത്തെ. ആ കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ സാഹചര്യത്തെ എന്തുമാത്രം വെല്ലുവിളികൾ നിറഞ്ഞതാണെങ്കിലും നമ്മൾ അത് അംഗീകരിക്കുന്നു, അതോടൊപ്പം തന്നെ നമ്മൾ സ്വന്തമാക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇന്റേണലൈസ് ചെയ്യുക എന്ന് പറയും. നെഞ്ചിലേറ്റുക എന്നോ സ്വായത്തമാക്കുക എന്നൊക്കെ ഒരുപക്ഷെ മലയാളത്തിൽ അങ്ങനെ പറയാം നമുക്ക്. അപ്പം ഏത് തരത്തിലുള്ള വെല്ലുവിളികൾ ആണെങ്കിൽ പോലും നമ്മൾ അതിനെ പൂർണ്ണമായിട്ടും നമ്മൾ അംഗീകരിക്കുന്നു, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനി കീ ആസ്പെക്ട്സ്, ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്സെപ്റ്റിംഗ് റിയാലിറ്റി വിത്തൗട്ട് റെസിസ്റ്റൻസ്. നമ്മൾ എപ്പോഴും ഇതാണ്, നമ്മുടെ ആ ജഡ്ജ്മെന്റൽ മൈൻഡ് കൊണ്ട് നമ്മൾ എപ്പോഴും പല യാഥാർത്ഥ്യങ്ങളെയും നമ്മൾ നമ്മൾ തിരസ്കരിക്കുന്ന ഒരു സ്വഭാവ രീതിയാണ് നമുക്കുള്ളത്. അത് മനുഷ്യന്റെ സഹജമായിട്ടുള്ള ഒന്നാണ്. ഒരു കാര്യത്തെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രീ കൺസീവ്ഡ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ്സ് ഉണ്ട്. അതുകൊണ്ടാണ് മൈൻഡ്ഫുൾനെസ്സിൽ പറയുന്നത് ഡോണ്ട് ജഡ്ജ്. അതായത് എന്താണെന്നുള്ളത് നമുക്ക് നമ്മുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ആ ജഡ്ജ്മെന്റ് ഉപയോഗിക്കാതെ, അല്ലെങ്കിൽ അതിനെ നമ്മൾ എതിർക്കാതെ, അക്സെപ്റ്റിംഗ് റിയാലിറ്റി വിത്തൗട്ട് റെസിസ്റ്റൻസ്, ദെൻ ലെറ്റിംഗ് ഗോ ഓഫ് ദി ജഡ്ജ്മെന്റ്. അവിടെ നമ്മുടെ ആ ജഡ്ജ്മെന്റ് എന്താണ്, ഇതെനിക്ക് കംഫർട്ടബിൾ ആണ് അല്ലെങ്കിൽ കംഫർട്ടബിൾ അല്ല, ഇതെനിക്ക് സ്വീകാര്യമാണ് അല്ലെങ്കിൽ അസ്വീകാര്യമാണ്, ഇതെനിക്ക് സന്തോഷം തരുന്നതാണ് അല്ലെങ്കിൽ വേദന, ഇങ്ങനെയുള്ള യാതൊരു തരം തിരിവുകളുമില്ലാതെ നമ്മളുടെ ആ ജഡ്ജ്മെന്റിനെ നമ്മൾ വിട്ടുകളയുന്നു. ഇതൊരു യാഥാർത്ഥ്യമാണ്, ഞാൻ അതിനെ അംഗീകരിക്കുന്നു. അതുപോലെ തന്നെ റെക്കഗ്നൈസിങ് ദാറ്റ് യു കനോട്ട് ചേഞ്ച്. ഏതാണ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന യാഥാർത്ഥ്യം എന്താണ്, അല്ലെങ്കിൽ വസ്തുത എന്താണ്, അതിനെ നമ്മൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ അതിനെ ആയിരിക്കുന്ന രീതിയിൽ സ്വീകരിക്കുന്നു. ഇപ്പോൾ ഒരു മരണം അല്ലെങ്കിൽ ഒരു രോഗം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് മാറ്റാൻ പറ്റിയെന്ന് വരികയല്ല. രോഗം ഓഫ് കോഴ്സ് നമുക്ക് മാറ്റാൻ പറ്റും ചില സാഹചര്യങ്ങളിൽ, അല്ലെങ്കിൽ ചിലത് നമുക്കറിയാം, നിങ്ങൾക്കറിയാം അതിന്റെ ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മരണം എന്ന് പറയുന്നത് ഒരുപക്ഷെ നമുക്ക് മാറ്റാൻ പറ്റിയല്ല. അപ്പം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്തതിനെ അതുപോലെ തന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ജീവിതം വീണ്ടും ഉണ്ടെങ്കിൽ നമ്മളിപ്പം അതിലേക്ക് നമ്മൾ ആ ഒരു യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചുകൊണ്ട് വി ആർ മൂവിങ് ഫോർവേഡ്. എന്തിനാണ് നമ്മുടെ ജീവിതം വീണ്ടും ഉണ്ട്, ആ ജീവിതത്തെ നമ്മൾ നേരിടണം. അത് ആ വെല്ലുവിളികളെ നേരിടുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഇങ്ങനെയുള്ള ഈ ഒരു റാഡിക്കൽ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് ഏത് കാര്യത്തിനും എന്തും ചെയ്യുന്നതിന് വേണ്ടി മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു അനുവാദമല്ല, ഒരു അപ്രൂവൽ അല്ല. നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഇറ്റ്സ് ഓക്കെ, ഞാൻ ഒരു അടിമയാണ്, അല്ലെങ്കിൽ ഞാൻ അത് സ്വീകരിച്ചു കൊള്ളാം എന്നുള്ള ഒരു അനുവാദം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നില്ല. എന്തും അവർക്ക് ചെയ്യാൻ. ഇപ്പൊ നമ്മൾ ഇന്ന് പറയുന്ന ഈ വിഷയം, അതായത് നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾ എന്തും ചെയ്തുകൊള്ളൂ എന്നുള്ളതല്ല. അതുപോലെ തന്നെ ഇതൊരു റെസിഗ്നേഷൻ, അല്ലെങ്കിൽ നമ്മൾ പിന്തിരിഞ്ഞു ഓടുന്നതോ നമ്മൾ അടിമയാകുന്നതോ നമ്മൾ കീഴടങ്ങുന്നതോ അങ്ങനെയുള്ള ഒന്നല്ല. പിന്നെ അതുപോലെ തന്നെ അബ്യൂസ് ചെയ്യപ്പെടാൻ വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ അബ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എപ്പോഴും നമ്മൾ ടോളറേറ്റ് ചെയ്യുന്നത് ആ ഒരു സ്വഭാവ രീതിയല്ല. എന്തും സംഭവിക്കട്ടെ, ഞാൻ സ്വീകരിച്ചു കൊള്ളാം എന്നുള്ള ഒരു നിലപാടല്ല. അതുപോലെ തന്നെ നമ്മളുടെ ബൗണ്ടറി, ഇപ്പോൾ ആത്മാരാധകരായിട്ടുള്ള വ്യക്തികളുമായിട്ടുള്ള ആ ബന്ധത്തിൽ നമ്മളുടെ ആ ബൗണ്ടറി അവര് തിരസ്കരിക്കുക, അല്ലെങ്കിൽ അവരത് വയലേറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് നമ്മൾ വേണ്ട എന്ന് വെക്കുകയല്ല, നമ്മൾ കീപ്പ് ചെയ്യുന്നു. പക്ഷേ
ഈ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഈ വ്യക്തികളുടെ ബിഹേവിയർ പാറ്റേൺസിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു വൈകാരികമായിട്ടുള്ള നംനെസ് അല്ലെങ്കിൽ നിർവികാരത എന്ന് പറയുന്ന അതിൻ്റെ ആ മലയാളത്തിൽ അതിൻ്റെ ആഴത്തിലുള്ള അർത്ഥം എനിക്ക് അറിഞ്ഞുകൂടാ, എങ്കിലും ഞാൻ പറയുകയാണ്. ഒരു നിർവികാരത അല്ലെങ്കിൽ എന്താണ് ഒരു വികാരമില്ലാത്ത ഒരു രീതി, ആ ഒരു രീതിയല്ല, ഒരു മരവിപ്പ് അല്ലേ, വൈകാരികമായ മരവിപ്പ്, അതല്ല വാസ്തവത്തിൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അതായത് എവരിതിങ്, നമ്മൾ ഏത് അനീതി കാണിച്ചാലും അതിനോട് ഓക്കെ എന്ന് പറയുന്നതല്ല. നമ്മൾ അടിമകളല്ല, നമ്മൾ അന്ധരല്ല, നമ്മൾ അന്ധവിശ്വാസികളല്ല. നമ്മൾ യാഥാർത്ഥ്യത്തെ അറിയുന്നു, പക്ഷേ അനീതി ചെയ്യുന്നതിനോ ബാക്കിയുള്ളതിനെല്ലാം ഞാൻ ഇതെല്ലാം അംഗീകരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഓക്കെ അല്ല. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോബ്ലം സോൾവിങ് ആയിട്ടുള്ള ഒരു കാര്യമല്ല ഇത്. നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഏതെല്ലാം തരത്തിൽ, മറ്റേതെങ്കിലും തരത്തിൽ ഇതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലം ഉണ്ടെങ്കിൽ അതും സോൾവ് ചെയ്യുന്നതിനുള്ള ഒരു പ്രോബ്ലം സോൾവിങ് മെത്തഡ് അല്ല ഇത്. അതുപോലെ തന്നെ നമ്മളുടെ ഉത്തരവാദിത്വം നമ്മൾ ഡിനേ ചെയ്യുന്നില്ല. നമ്മൾക്ക് ഏറ്റെടുക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ ബിഹേവിയർ അല്ലെങ്കിൽ ഇവരുടെ പെരുമാറ്റ രീതികളിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ടുള്ള ഒരു എന്താണ് നമ്മൾ എടുക്കേണ്ട ആ റെസ്പോൺസിബിലിറ്റി എന്നുള്ള ഒരു ഒളിച്ചോട്ടമല്ല ഇത്. അതുപോലെ തന്നെ നമുക്ക് അനുഭവപ്പെടുന്ന ആ വേദന മാനസികമാകാം, ശാരീരികമാകാം, വൈകാരികമാകാം, ഇങ്ങനെയുള്ള ആ വേദനയെയും നമ്മൾ ഡിനേ ചെയ്യുന്നില്ല. നമ്മൾ അതിനെ മാറ്റാനല്ല ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ അതില്ല എന്ന് നമ്മൾ നടിക്കുകയല്ല ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു മനസ്സിൻ്റെയോ തന്നെ ഒരു സ്റ്റാറ്റിക് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള ഒന്നല്ല. അത് എന്താണ് ഡൈനാമിക് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. നമ്മുടെ മനസ്സ് ഡൈനാമിക് ആണ്. പക്ഷേ എന്താണ് എല്ലാത്തിനും കീഴ്പ്പെട്ട് അടിമയാകുന്ന ആ ഒരു മാനസിക അവസ്ഥയിലല്ല നമ്മൾ ഈ റാഡിക്കൽ അക്സെപ്റ്റൻസിനെ കുറിച്ച് നമ്മൾ അറിയേണ്ടത്. അല്ലെങ്കിൽ അതല്ല അത്. ഒന്നാമത്തേത് വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ്. അതായത് എന്തുകൊണ്ടാണ് ഈ റാഡിക്കൽ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാരണം അത് നമ്മളുടെ വൈകാരികമായ വേദനയെ കുറയ്ക്കുന്നതിന് വളരെ സഹായിക്കും. അതുപോലെ തന്നെ പ്രൊമോട്ട്സ് ഹീലിംഗ്. നമുക്കുണ്ടാകേണ്ട ആ സൗഖ്യം, പ്രത്യേകിച്ച് വൈകാരികമായ ഹീലിങ്ങിന് ഇത് വളരെ സഹായിക്കും. അതുപോലെ തന്നെ മറ്റൊന്നുള്ളത്, നമുക്ക് എന്താണ് അടുത്ത സ്റ്റെപ്പ്, എന്താണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ളതിനെ കുറിച്ച് ആക്ഷൻ ടേക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. കുറെ കൂടി സന്തുലിതമായ ചിന്താഗതിയോടുകൂടി വൈകാരികമായി നമ്മൾ ട്രിഗേർഡ് ആകാതെ കുറെ കൂടി ശാന്തമായ രീതിയിൽ ഏത് തരത്തിലാണ് നമുക്ക് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളതിനുള്ള ഒരു ഉത്തരം കൂടി, അല്ലെങ്കിൽ അതിനുള്ള ശക്തി നമുക്ക് ലഭിക്കുന്നു. പിന്നീട് നമ്മുടെ ചിന്താഗതിയിൽ നമ്മളുടെ മനസ്സ് ശാന്തമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനുള്ള ക്ലാരിറ്റി നമുക്ക് ഇതുവഴി കിട്ടും. ദെൻ അതുപോലെ എന്താണ് പ്രശാന്തത എന്നാണ്, അല്ലെങ്കിൽ പ്രതിരോധനം എന്ന് പറയുന്നുണ്ട് ചിലർ, റെസീലിയൻസ് എന്ന് പറയുന്നത്. അപ്പം ഇൻക്രീസസ് അവർ റെസീലിയൻസ്, അത് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് കിട്ടും. ടോളറൻസ് നമുക്ക് കൂടുതലായിട്ട് ലഭിക്കും. അതുപോലെ തന്നെ നമ്മളിൽ തന്നെ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ റാഡിക്കൽ അക്സെപ്റ്റൻസ് സഹായിക്കും. അതുപോലെ തന്നെ നമ്മളിൽ ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ കുത്തിവെച്ചിരിക്കുന്ന ആ കുറ്റബോധം അല്ലെങ്കിൽ അതുപോലെ ആ ഷെയിം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്കൊരു മോചനം കിട്ടും. അതിൽ നിന്നുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് കിട്ടുന്നതിന് തീർച്ചയായിട്ടും റാഡിക്കൽ അക്സെപ്റ്റൻസ് നമ്മളെ സഹായിക്കും. ഇനി മറ്റൊന്ന് ഉള്ളത് ഇംപ്രൂവ്സ് റിലേഷൻഷിപ്പ്. ഒരു ആത്മാരാധകരായ വ്യക്തിയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഓഫ് കോഴ്സ് അത് കിട്ടും നമുക്ക്. പക്ഷെ അതോടൊപ്പം തന്നെ നമുക്ക് മറ്റ് വ്യക്തികൾ, നമ്മുടെ സമൂഹത്തിലുള്ള വ്യക്തികൾ, ഇപ്പം ഒരു വീട്ടിൽ ഭർത്താവാണ് നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയെങ്കിൽ ഭാര്യ സഹിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് ആ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ മാത്രമല്ല ഒരു കൂടുതൽ മെച്ചപ്പെട്ട ആ ബന്ധം ഉണ്ടാകുന്നത്. ഈ സ്ത്രീ ജോലി ചെയ്യുന്ന സ്ഥലത്തായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളുടെ അടുത്ത്, കൂട്ടുകാരുടെ അടുത്ത്, എല്ലാം റിലേഷൻഷിപ്പിനും കൂടുതൽ മെച്ചപ്പെട്ടതായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കുന്നതിന് ഈ റാഡിക്കൽ അക്സെപ്റ്റൻസ് നമ്മളെ സഹായിക്കും. അതാണ് അതിൻ്റെ മറ്റൊരു പ്രാധാന്യം. ദെൻ എൻഹാൻസസ് മെന്റൽ ഹെൽത്ത്. ഓഫ്കോഴ്സ് നമ്മുടെ മാനസികമായിട്ടുള്ള ആരോഗ്യത്തിന് അത് സഹായിക്കുന്നു, അത് കൂടുതൽ എൻഹാൻസ് ചെയ്യുന്നു. ദെൻ നമ്മളുടെ ഗ്രീഫ് ആൻഡ് ലോസ് രണ്ട് വിധത്തിലുണ്ട്. ഗ്രീഫ് എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നഷ്ടമാണ്. അത് ഉദാഹരണമായിട്ട് പറയുന്ന ഗ്രീഫിൻ്റെത് മരണമാണ്, അല്ലെങ്കിൽ ബിഗ് ലോസ് ആകാം. ഇപ്പൊ വയനാട്ടിലുള്ള ആളുകൾക്ക് അവരുടെ വീട് പോയി, അവരുടെ ബന്ധുക്കൾ പോയി, സ്ഥലം പോയി, എല്ലാം പോയി. അവരെ സംബന്ധിച്ചിടത്തോളം ആ ഗ്രീഫ് മരണം കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഗ്രീഫ് അല്ല, എ ബിഗ് ലോസ് എന്ന് നമുക്ക് പറയാം.
അപ്പൊ അതിനെക്കുറിച്ചുള്ള നമുക്കൊന്ന് നാവിഗേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇത് എന്തുമാത്രമാണെന്നുള്ളതിനെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് റാഡിക്കൽ അക്സെപ്റ്റൻസ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഡീപ്പൻസ് അവർ സെൽഫ് കമ്പാഷൻ. ദെൻ സ്പിരിച്വൽ ഗ്രോത്ത് ഒക്കെ സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരാണ് എന്നും കരുതുക. ആത്മീയമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ ആ ആത്മീയമായിട്ടുള്ള ആ വളർച്ചയ്ക്ക് അത് തീർച്ചയായിട്ടും റാഡിക്കൽ അക്സെപ്റ്റൻസ് സഹായിക്കും. അതുപോലെ തന്നെ ഇത് നമ്മളുടെ സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റിയെ റെഡ്യൂസ് ചെയ്യുന്നതിന് നമ്മൾ ഒത്തിരി സഹായിക്കുന്നതാണ് റാഡിക്കൽ അക്സെപ്റ്റൻസ്. ഇനി നമ്മൾ മൈൻഡ്ഫുൾ ടൂൾസ് ഹൗ ടു ഓവർകം ഓർ ഹൗ ടു അക്സെപ്റ്റ് റാഡിക്കലി മൈൻഡ്ഫുൾ ആയിട്ട് എന്ത് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ റാഡിക്കലി അക്സെപ്റ്റിംഗ് യുവർ സെൽഫ്. ആദ്യത്തെ ഒരു കാര്യം, നമ്മൾ എന്താണ്, നമ്മളുടേതായിട്ടുള്ള ആ രീതികളെ കുറിച്ച്, ഞാൻ എന്താണെന്നുള്ളതിനെ കുറിച്ച് ഒരു യാഥാർത്ഥ്യബോധം. ചിലപ്പോൾ ഒരു പക്ഷേ ഒരു പൂച്ചയ്ക്ക് സിംഹമായിട്ട് വേണമെങ്കിൽ അനുമാനിക്കാം. പൂച്ച അങ്ങനെ അവർ അത് ഇമാജിൻ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞ നമ്മൾ എന്തോ വലിയ സംഭവമാണെന്നുള്ളതല്ല, നമ്മളെ കുറിച്ച് തന്നെ ബേസിക് ആയിട്ടുള്ള ഒരു 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 അക്സെപ്റ്റൻസ് നമുക്ക് വേണം. നമ്മുടെ കഴിവുകളിൽ, നമ്മുടെ കഴിവുകേടുകളിൽ, അതുപോലെ നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങളിലും, വൈകാരികമായിട്ടുള്ള കാര്യങ്ങളിൽ, ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ, എല്ലാത്തിലും നമ്മൾ അക്സെപ്റ്റിംഗ് യുവർ സെൽഫ്. അതാണ് ആദ്യത്തേത്. വാട്ട് യു ലൈക്ക് അബൌട്ട് മൈ സെൽഫ്. അപ്പം വാട്ട് ഡു ഐ ലൈക്ക് അബൌട്ട് മൈ സെൽഫ്. ഞാൻ എന്നെ തന്നെ ഇഷ്ടമുള്ളത് എന്താണ്, എൻ്റെ പ്ലസ് പോയിന്റ്സ് എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക. അടുത്തത്, എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുണ്ട്. ജീവിതത്തിൽ ചില മാറ്റങ്ങളൊക്കെ എനിക്ക് വരുത്തണമെന്നുണ്ട്. പക്ഷെ എനിക്കത് മാറ്റം വരുത്താൻ സാധിക്കുന്നില്ല. ഇതൊക്കെ നമുക്കൊരു ഒരു ഒരു എന്താണ് അവധാനപൂർവ്വ ധ്യാനത്തിലൂടെ, അല്ലെങ്കിൽ ഒരു ആത്മബോധത്തിലൂടെ, അല്ലെങ്കിൽ ഒരു അക്സെപ്റ്റൻസോടുകൂടി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് എനിക്കിഷ്ടമില്ല, പക്ഷെ എനിക്കത് മാറ്റണം, പക്ഷെ സാധിക്കുന്നില്ല. അതേക്കുറിച്ച് നമ്മൾ അവബോധമുള്ളവരാകുക. അതുപോലെ തന്നെ മറ്റൊന്നുള്ളത്, എനിക്ക് മാറ്റം, വാട്ട് ഐ ഡോണ്ട് ലൈക്ക് അബൌട്ട് മൈ സെൽഫ് ആൻഡ് ഐ ക്യാൻ ചേഞ്ച്. എനിക്ക് മാറ്റം വരുത്താൻ സാധിക്കുന്നുണ്ട്, പക്ഷെ എനിക്കത് മാറ്റാൻ എന്താണ്, ഐ ഡോണ്ട് ലൈക്ക് അബൌട്ട്, എനിക്കത് മാറ്റം വരുത്തണമെന്നില്ല. അങ്ങനെയാണ്. എനിക്ക് ചില കാര്യങ്ങൾ എനിക്ക് മാറ്റാൻ, എൻ്റെ ചില സ്വഭാവ രീതികൾ എനിക്ക് മാറ്റാൻ എനിക്ക് താല്പര്യമില്ലായിരിക്കും. പക്ഷേ ആൻഡ് ഐ ക്യാൻ ചേഞ്ച് ഇറ്റ്, ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു ചേഞ്ച് ഇറ്റ്. അടുത്തത്, വാട്ട് ഐ ആം എബൌട്ട്. ഞാൻ എന്താണ്, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ എന്നെക്കുറിച്ചുള്ള എൻ്റെ അവബോധം എന്താണ്, ഞാൻ എന്താണ്, എനിക്ക് എൻ്റെ പാഷൻ എന്താണ്, എൻ്റെ വാല്യൂ സിസ്റ്റം എന്താണ്, എന്ത് എല്ലാം രീതിയിലാണ് എനിക്ക് എൻ്റെ നന്മയും തിന്മയും, എൻ്റെ പ്ലസ് ആൻഡ് മൈനസ് പോയിന്റ്സ്, എന്നെക്കുറിച്ചുള്ള സമഗ്രമായ ഒരു അവബോധം ആദ്യം ഈ റാഡിക്കൽ അക്സെപ്റ്റൻസിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഞാൻ എന്താണ് ഈ ജീവിതത്തിൽ, അല്ലെങ്കിൽ എൻ്റെ അനുദിന ജീവിതത്തിൽ എനിക്ക് ചുറ്റുപാടുമുള്ള ആളുകളുമായിട്ട് ഉള്ള കാര്യങ്ങളിൽ എനിക്ക് എന്താണ് പ്രധാനപ്പെട്ട കാര്യം, എന്തിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്, ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിനെ കുറിച്ചാണോ, അതുപോലെ തന്നെ ഏതാണ് എനിക്ക് പ്രാധാന്യമുള്ള വിഷയം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അറിയുക. അത് റാഡിക്കലായിട്ട് അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ തന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ദെൻ അടുത്തത് നീഡ് അവോയ്ഡൻസ് ആണ്. നീഡ് അവോയ്ഡൻസ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മൾ കുറെ കാലം, അതായത് ഈ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ, അവർ കോ ഡിപ്പെൻഡൻസിയാണ് അവർ ആഗ്രഹിക്കുന്നത്. എപ്പോഴും എല്ലാത്തിനും വാലിഡേഷൻ വേണം. അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും അവരെ ചുറ്റിപ്പറ്റി നിൽക്കണം, അവർ പറയുന്നത് കേൾക്കണം, അവരെ ഡിപ്പെൻഡൻസ് ചെയ്യണമെന്നുള്ള ഒരു മനസ്ഥിതിയാണ് അവർക്കുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് പറ്റുന്നിടത്തോളം നമ്മൾ സ്വതന്ത്രരാകാൻ നോക്കണം. ഉദാഹരണമായിട്ട് വാലിഡേഷൻ, അവരുടെ അപ്രൂവൽ, വാലിഡേഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കുറെ പയ്യെ നമ്മളുടെ ബൗണ്ടറി കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ അവരെ എന്തുമാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് കുറച്ചു കൊണ്ടുവരണം. അവോയ്ഡൻസ്, അതായത് എൻ്റെ നീഡ്, എൻ്റെ ആവശ്യങ്ങൾ അവര് അപ്രൂവ് ചെയ്താൽ, അല്ലെങ്കിൽ അവരുടെ സഹായം ഇല്ലാതെ ചെയ്യാൻ വേണ്ടി നോക്കണം. കുറച്ചു പ്രായമായ രണ്ട് വ്യക്തികളാണെന്ന് കരുതുക. ഒരാൾ നാർസിസിസ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അവര് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള ആ സഹായം ഉണ്ടല്ലോ, ശാരീരികമായിരിക്കാം, മാനസികമായിരിക്കാം, ഇങ്ങനെയുള്ള അത് വേണമെങ്കിൽ അത് കുറയ്ക്കാൻ നോക്കണം, കുറെ കൂടി തന്നെത്താൻ ചെയ്യാൻ വേണ്ടി നോക്കണം. അതുപോലെയുള്ള അതാണ് ഈ നാർസിസിസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തുള്ള നമ്മുടെ പ്രവർത്തനങ്ങളുടെ ആ നമ്പർ നമ്മൾ കുറയ്ക്കുക എന്നുള്ളതാണ്. ലീൻ ഇൻ ടു ദ റൂമിനേഷൻ. റൂമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് കൂടുതലായിട്ട് നമ്മൾ ഇതേക്കുറിച്ച് ചിന്തിച്ച്, എന്താണ്, നമ്മൾ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അമിതമായിട്ട് നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും
നമ്മൾ ഒത്തിരി ആശങ്കയുള്ളവരാകുകയും ചെയ്യുന്ന രീതിയാണെന്നുണ്ടെങ്കിൽ ലീൻ ഇൻ ടു ദി റൂമിനേറ്റ്. ദാറ്റ് മീൻസ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. അതുപോലെ തന്നെ അത് നമ്മൾ കൂടുതലായിട്ട് എവിടെയെല്ലാമാണ് എന്തെല്ലാമാണ് ചെയ്യുന്നത് എന്നുള്ള ആ ഓവറായിട്ടുള്ള ആങ്സൈറ്റിയോടുകൂടി അല്ലെങ്കിൽ ആ ഓവർ തിങ്കിങ് നമ്മൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. മറ്റൊന്ന് ടോക്സിക് ക്ലീനപ്പ് ആണ്. അതായത് ചിലപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികൾ അവർ വിവാഹമോചനം നേടിക്കാണും, അല്ലെങ്കിൽ അവർ ജോലിയിൽ നിന്ന് ഇപ്പം ഡിപ്പാർട്ട്മെന്റ് മാറാം, സെക്ഷൻ മാറാം, ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ടാകാം. അല്ലെങ്കിൽ അയൽപക്കങ്ങളിലാണ് ഇങ്ങനെ ഏതെല്ലാം തരത്തിൽ ഉള്ള ഇതിൽ നിന്ന് നമ്മൾ ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ ആ ബ്രേക്ക് വീണ്ടും പുനഃസ്ഥാപിക്കാൻ വേണ്ടി നോക്കരുത്. കാരണം അങ്ങനെ ഇപ്പം ഉദാഹരണം വിവാഹമോചനം നേടിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഭാര്യയും ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താവ് പുരുഷനോ സ്ത്രീയോ നീ എത്ര നല്ലവനായിരുന്നു അല്ലെങ്കിൽ നല്ലവളായിരുന്നു, നീ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വിഷമാണ്, ഇങ്ങനെയൊക്കെയുള്ള ടാറ്റിക്സ് ഒക്കെ അവർ ഉപയോഗിക്കുമെങ്കിൽ അത് നമ്മൾ വീഴാതിരിക്കുക. ദാറ്റ് മീൻസ് ആ ടോക്സിക് ആയിട്ടുള്ള ഒരു ക്ലീനപ്പ് നമ്മളിൽ തന്നെ വരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കണം. മറ്റൊന്ന് സോഷ്യൽ മീഡിയയിൽ ഇതുണ്ട്. നമുക്ക് ഇന്നറിയാം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി നെഗറ്റീവ് ആയിട്ടുള്ള ഇത് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നാർസിസിസത്തെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളെ കുറിച്ച്, വ്യക്തിബന്ധങ്ങളെ കുറിച്ച് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം കാണാതിരിക്കുക അല്ലെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യുക. പിന്നെ ഈ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫോട്ടോസ് അല്ലെങ്കിൽ ഡോക്യുമെന്റേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പരിധി പറ്റുമെങ്കിൽ സാധിക്കുമെങ്കിൽ അത് നശിപ്പിച്ച് കളയുക. അല്ലെങ്കിൽ അത് വീണ്ടും ഇരുന്നുകൊണ്ട് കരഞ്ഞ്, ഞാൻ അറിയുന്ന ഒരു ഉണ്ട്, എനിക്ക് റിയൽ ലൈഫ് സ്റ്റോറി ഉണ്ട്. എനിവേ ഞാൻ അത് കൂടുതലായിട്ട് പറയാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സമയം പോകും. അതുകൊണ്ട് ചില ആളുകളുണ്ട്, ഇപ്പൊ ഞാനറിയുന്ന ഒരു സ്ത്രീ, ഏതായാലും ഞാൻ പറഞ്ഞുകൊണ്ട് പറയാം. അവർക്ക് അവരുടെ കയ്യിൽ ഒരു ഐപാഡ് ഉണ്ട്. അത് വന്നിട്ട് അവർ വിവാഹമോചനം നേടിയവരാണ്. അവരിങ്ങനെ കരഞ്ഞ് വിഷമിച്ച് ഭർത്താവിനെ ഒത്തിരി കുറ്റപ്പെടുത്തി നടക്കും. അതേസമയം ഈ ഫോട്ടോസ് എല്ലാം കാണുന്നവർക്കെല്ലാം കാണിച്ചു കൊടുക്കും. വൺസ് അപ്പോൺ എ ടൈം ഐ ഹാഡ് എ വെരി നല്ലൊരു ടൈം ഉണ്ടായിരുന്നു എന്നെല്ലാം പറഞ്ഞ് എന്നിട്ട് ഇരുന്ന് കരയും. അതോടൊപ്പം തന്നെ ഭർത്താവിനെ ഒത്തിരി മോശമായിട്ട് ചിത്രീകരിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള രീതികളെല്ലാം നമ്മൾ ഉപേക്ഷിക്കേണ്ടത് ആവശ്യമുണ്ട്. അടുത്തത് നമ്മൾ അക്നോളജ് പെയിൻ വിത്തൗട്ട് ജഡ്ജ്മെന്റ്. ഓക്കെ, മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കറിയാം അതെന്താണെന്ന്. ഇങ്ങനെയുള്ള സമയങ്ങളിൽ എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു പെയിനിനെ അല്ലെങ്കിൽ നമുക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ നമ്മൾ ഇത് നമ്മളുടെ മനസ്സിലേക്ക് വരാൻ അനുവദിക്കുക. നമ്മളുടെ അനുദിന മെഡിറ്റേഷൻ രീതികൾ, മെഡിറ്റേഷൻ സമയത്ത് നെയിം ഇറ്റ്. ഓക്കെ, ഫീലിംഗ് ഇൻ ദ സെൻസ് ദാറ്റ് അത് കണ്ട് കരയാനുള്ള ആ ഒരു അവസരം മെഡിറ്റേഷൻ സമയത്ത് അല്ലെങ്കിൽ അതുപോലെ നമ്മൾ നടക്കുകയൊക്കെ ചെയ്യുമ്പോഴുണ്ടാകുന്ന അതല്ല. അത് നമ്മൾക്ക് അതിനെ ഫീൽ ഇറ്റ്. എനിക്ക് ആങ്കർ ആയിരിക്കും, അല്ലെങ്കിൽ എനിക്ക് എനിക്ക് വൈരാഗ്യമായിരിക്കാം, ജലസി ആയിരിക്കാം, അല്ലെങ്കിൽ കുറ്റബോധമായിരിക്കാം, ബ്ലെയിം ആയിരിക്കും, ഇങ്ങനെയൊക്കെയുള്ള വരുന്നത്. നെയിം ഇറ്റ്. അതേസമയം എന്റർടൈൻ ചെയ്യരുത്. അതിനെ നമ്മൾ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നെയിം യുവർ ഫീലിങ്സ്. അത് പ്രത്യേകിച്ച് മെഡിറ്റേഷൻ സമയത്ത്. മെഡിറ്റേഷൻ കഴിഞ്ഞ് പോയി കഴിയുമ്പോഴും മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ കടന്നു വരുന്ന ചിന്തകളെ അവർക്ക് ബോധപൂർവം അറിയാൻ സാധിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യെസ് ഐ ഫീൽ ഐ ആം ഫീലിംഗ് ആങ്കർ എന്ന് പറയാം. ഐ ആം ആങ്കർ അല്ല, ഓർ ആംഗ്രി അല്ല, അത് എനിക്കിപ്പോൾ ദേഷ്യം തോന്നുന്നു, അല്ലെ സങ്കടം തോന്നുന്നു, നിരാശ തോന്നുന്നു, നമുക്ക് പറയാം. പിന്നെ മറ്റൊന്നുമില്ല, സിറ്റിംഗ് വിത്ത് ഡിസ്കംഫർട്ട്. ഇത് വരുമ്പോഴേക്കും ഒരുപക്ഷെ നമുക്ക് മെഡിറ്റേഷൻ നടത്താൻ നമുക്ക് തോന്നിയെന്ന് വരികയില്ല, അല്ലെങ്കിൽ നമുക്ക് ശാന്തമായിട്ട് ഇരിക്കാൻ സാധിക്കുന്നില്ല. ഈ നമ്മുടെ വേദനയോടുകൂടി, നമ്മുടെ വിഷമങ്ങളോടുകൂടി തന്നെ നമ്മൾ ഇരിക്കാൻ പഠിക്കുക. ഇരിക്കാൻ എന്ന് പറഞ്ഞാൽ മൈൻഡ്ഫുൾനെസ് ആയിരിക്കാം, അല്ലെങ്കിൽ ശാന്തമായിട്ട് എവിടെയെങ്കിലും നമുക്കൊന്ന് ഇതിന്റെ ചാറ്ററിങ് മൈൻഡിൽ നിന്ന് നമുക്ക് ശാന്തമായിട്ട് ഇരിക്കാൻ പഠിക്കാം. അത് കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഗ്രൗണ്ടിങ് ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കുറെ കൂടി ശാന്തമാകാൻ പറ്റും. അതുപോലെ തന്നെ ഐഡന്റിഫൈ വാട്ട് യു ക്യാൻ ആൻഡ് യു കനോട്ട് കൺട്രോൾ. അതായത് നമുക്ക് എന്തൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും, എനിക്ക് ഏതെല്ലാം രീതിയിലാണ്, ഏതെല്ലാം കാര്യങ്ങളാണ് എൻ്റെ ബൗണ്ടറി വലുപ്പം ചിലപ്പോൾ ഒരുപക്ഷെ എനിക്ക് സെറ്റ് ചെയ്ത് എനിക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അയാളോട് ഐ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് അയാളെ നമുക്ക് എനിക്ക് പറയാനുള്ള എൻ്റെ അവകാശങ്ങൾ അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ എനിക്ക് പറയാൻ സാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്, കൺട്രോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. പാസ്റ്റിനെ നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റിയല്ല. അങ്ങനെയാണെന്നെങ്കിൽ അതിനെ വിട്ടുകളയാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടേതായിട്ടുള്ള ആ ഓട്ടോണമി, അതുപോലെ ഹീലിംഗ്, ഡിസിഷൻ ഡിസിഷൻ ഫോർ ദി ഫ്യൂച്ചർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾ അംഗീകരിക്കുക, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുക. പ്രാക്ടീസ് മോർ സെൽഫ് കമ്പാഷൻ എന്ന് പറയാം. അതായത് നമ്മളുടെ ആ ഹ്യൂമാനിറ്റി, എൻ്റെ സ്പേസ് അല്ലെങ്കിൽ എൻ്റെ ആ അസ്തിത്വത്തിൻ്റെ ആ അവകാശത്തെ മനസ്സിലാക്കിക്കൊണ്ട്
നമ്മൾ കൂടുതൽ സെൽഫ് കമ്പാഷൻ മൈൻഡ്ഫുൾനെസ് വഴി നമുക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ പ്രോബ്ലം നമുക്ക് കൂടുതൽ റാഡിക്കലായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അഫേം യുവർ ഹ്യൂമാനിറ്റി, ഫോർഗീവ് യുവർ സെൽഫ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ തന്നെത്താൻ മെഡിറ്റേഷന്റെ സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ചിന്തകൾ വരുന്ന സമയത്ത് സ്പീക്ക് കൈൻഡ്ലി ടു യുവർ സെൽഫ്. നമുക്ക് വേണേൽ പറയാം, ഐ ഡിഡ് ദി ബെസ്റ്റ് ഐ കുഡ് വിത്ത് ദി നോളജ് ഐ ഹാഡ്, ഓർ ഐ ഡിസേർവ് ലവ് ആൻഡ് റെസ്പെക്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് സെൽഫ് കമ്പാഷൻ ഉപയോഗിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ തന്നെ സെൽഫ് ഫോർഗീവ്നെസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊന്നാണ്. അതുപോലെ ഗ്രൗണ്ട് യുവർ സെൽഫ് ഇൻ ദി പ്രസന്റ് മൊമെന്റ്, അതാണ് ഗ്രൗണ്ടിങ് ടെക്നിക്സ് ഉപയോഗിക്കുക. ബ്രത്ത്, ഫീലിംഗ് യുവർ ബോഡി സ്കാൻ, ഓർ എൻഗേജിങ് യുവർ സെൻസസ്. നമ്മുടെ ആ സെൻസസിൽ 5 സെൻസസിൽ ഉണ്ടാകുന്ന പഞ്ചേന്ദ്രിയങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അവധാനപൂർവ്വം നമ്മൾ ശ്രദ്ധിക്കുക. ദെൻ പ്രാക്ടീസ് മോർ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ. ഇതും വളരെ പ്രധാനപ്പെട്ട ഒന്ന് കാണും. ദെൻ റിലീസ് ദ നീഡ് ഫോർ ക്ലോഷർ. ഇവിടെ ക്ലോഷർ എന്ന് അതായത് അക്നോളജ് ദി ലാക്ക് ഓഫ് ക്ലോഷർ. നമ്മൾ ക്ലോഷർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇത് സൈക്കോളജിയിൽ ഉപയോഗിക്കുന്ന ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് ഒരു തിക്തമായ ഇതുണ്ടായി, അത് പാസ്റ്റിൽ നിന്നുണ്ടായതാണ്. അതിനെക്കുറിച്ചുള്ള ആ ഒരു ചാപ്റ്റർ അവസാനിപ്പിക്കുക, അല്ലെ ക്ലോസ് ചെയ്യുക. പലപ്പോഴും നമ്മൾ പറയാറില്ലേ, പ്ലീസ് ക്ലോസ് ദിസ് ചാപ്റ്റർ, അല്ലെങ്കിൽ ഐ ക്ലോസ് ദി ചാപ്റ്റർ എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മളുടെ വേദനകൾ, വിഷമങ്ങൾ എല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കുറെ കൂടി ശാന്തമായ ഒരു രീതിയിൽ നമ്മൾ ജീവിക്കാൻ ഉള്ള ആ ഒരു തീരുമാനം എടുത്തു കഴിയുമ്പം നമ്മുടെ പാസ്റ്റിനെ കുറിച്ചുള്ള ആ ഒരു ക്ലോസ്, ഓക്കെ, ഐ ഡോണ്ട് വാണ്ട് ടു തിങ്ക് അബൌട്ട് ഇറ്റ് എന്ന് പറയുന്നത് കൊണ്ടല്ല, നമ്മൾ മനഃപൂർവ്വം അല്ലെങ്കിൽ നമ്മൾ അവധാനപൂർവ്വം നമുക്ക് അങ്ങനെയുള്ള ഒരു തീരുമാനത്തിലെത്താം. അത് വീണ്ടും വീണ്ടും ആ ചിന്ത വരുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് മൈൻഡ്ഫുൾനെസ് വഴി നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റും. ഒന്ന്, വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ എക്സ്റ്റേണൽ മറ്റു വ്യക്തികളോടുള്ള ആ ബന്ധങ്ങളിൽ, പ്രത്യേകിച്ച് നാർസിസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ, അത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒന്നാണ്. അതിനെ നമ്മൾ ക്ലോസ് ചെയ്ത് നമ്മൾ സമാധാനത്തിലെത്തുക. ദെൻ കൾട്ടിവേറ്റ് ഇന്റേണൽ ക്ലോഷർ, അതായത് നമ്മൾ തന്നെ ഇന്റേണൽ ആയിട്ട് പുറത്തുള്ള വ്യക്തികളുമായിട്ടുള്ളത് അല്ലെങ്കിൽ പുറമേ ഉള്ളത് കൂടാതെ നമ്മളിൽ തന്നെ നമ്മൾ സമാധാനം കണ്ടെത്താൻ വേണ്ടിയിട്ട് കൾട്ടിവേറ്റ് ഇന്റേണൽ ക്ലോഷർ. ദെൻ സ്റ്റോപ്പ് പേഴ്സണലൈസിങ് ദി നാർസിസിസ്റ്റിക് ബിഹേവിയർ, അതായത് നമ്മൾ കൂടുതൽ പേഴ്സണലായിട്ട് അല്ലെങ്കിൽ പേഴ്സണലൈസ് ചെയ്യാതിരിക്കുക. എന്താണ്, ഇവരുടെ കാര്യങ്ങളെ കുറിച്ച് ഇപ്പോഴുണ്ടാകുന്നതായിരിക്കാം അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളായിരിക്കാം. അതുപോലെ ഡിസ്കണക്ട് ദെയർ ആക്ഷൻസ്, ഡീകപ്പിൾ ദെയർ ആക്ഷൻസ് ഫ്രം യുവർ ഐഡന്റിറ്റി, നമ്മളുടെ ആ ഐഡന്റിറ്റിയിൽ നിന്ന് അത് നമ്മൾ ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള നമ്മളുടെ നമ്മളുടെ ആ എഫേർട്ട് മൈൻഡ്ഫുൾനെസ് വഴി നമുക്ക് കൂടുതലായിട്ട് എടുക്കാൻ നമുക്ക് സാധിക്കും. ഡിറ്റാച്ച് ഫ്രം ദെയർ നറേറ്റീവ്സ്, അവർ പറഞ്ഞത് എന്താണ്, നീ ഒരു കഴിവില്ലാത്തവനാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ കഴിവില്ലാത്തവളാണെന്ന് പറഞ്ഞു. ജോലി സ്ഥലത്താകാം, ഫാമിലിയിലാകാം. അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള കുറ്റപ്പെടുത്തലുകളും ഇതൊക്കെ ഉള്ളത്, അങ്ങനെയുള്ള ആ നറേറ്റീവ്സ്, അവരുടെ വാക്കുകൾ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യും. ഇല്ലേ, അവൻ എന്നോട് അതങ്ങനെ പറഞ്ഞു, ഞാനത് സഹിക്കില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിറ്റാച്ച് ഫ്രം ദെയർ നറേറ്റീവ്സ്, അവർ നമ്മളെ പറ്റി പറഞ്ഞ അഭിപ്രായങ്ങൾ നമ്മൾ നെഞ്ചിലേറ്റണ്ട. അതുപോലെ തന്നെ മറ്റൊന്ന് നമുക്ക് ചെയ്യാവുന്നത്, അതായത് ഫാന്റസി ഓഫ് ചേഞ്ച്, അതായത് നമുക്ക് എന്തോ ഒരു ഫാന്റസി ഉണ്ടാകും. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുണ്ട്. ചില ബന്ധങ്ങളിൽ, പ്രത്യേകിച്ച് ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിൽ, ഭാര്യ ഇന്നലെ അവൾ ആഗ്രഹിച്ചു അല്ലെങ്കിൽ ഇന്ന് ആഗ്രഹിക്കുന്നു, ആ രീതിയിൽ ഇവരുടെ ഈ ബിഹേവിയർ മാറുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അതിനു വേണ്ടിയിട്ട് പരിഹാരക്രിയകൾ ചെയ്യുക, മന്ത്രവാദികളുടെ അടുത്ത് പോകുക, അല്ലെങ്കിൽ മറ്റതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. സോ ദാറ്റ് മീൻസ് ഇതെല്ലാം മാറി കിട്ടും എന്ന് വിചാരിക്കുകയും പറയുകയും ചെയ്യുന്ന ആ ഒരു ഫാന്റസി, അത് പോകാൻ വേണ്ടിയിട്ട് അനുവദിക്കുക. കാരണം നമ്മൾ റാഡിക്കലായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒന്നാമത് നമ്മൾ ഈ സംവദിക്കുന്നത് പലപ്പോഴും നമുക്ക് ഒരു ഫീലിങ്സ് ഇല്ലാത്ത ഒന്നിനോടാണ് നമ്മൾ പലപ്പോഴും ഇത് ഏറ്റുമുട്ടുന്നത്, അല്ലെങ്കിൽ നമ്മൾ അവരോടുമാണ് ഇടപെടുന്നത്. കാരണം അവർ നമ്മളെ മനസ്സിലാക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവരിൽ നിന്ന് നമുക്ക് ഇതെല്ലാം മാറി കിട്ടും. അതിനുവേണ്ടി നേർച്ച കാഴ്ചകൾ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ അതിനെതിരായിട്ടല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതിൽ അങ്ങോട്ട് ആഴപ്പെട്ട് നമ്മൾ അതിനു വേണ്ടി സമയം കളഞ്ഞിട്ട് കാര്യമില്ല. റിലീസ് ഇറ്റ്, ലെറ്റ് ഇറ്റ് ഗോ. നമ്മൾ യാഥാർത്ഥ്യങ്ങളിലേക്ക് വരിക. റെക്കഗ്നൈസ് ദി ലെസൺസ് ലേൺഡ്, നമ്മൾ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളതിനെ കുറിച്ച്, നമ്മൾ പഠിച്ചത് എന്താണെന്നുള്ളതിനെ കുറിച്ച് അതുപോലെ തന്നെ നമുക്ക് ഐഡന്റിഫൈ ഗ്രോത്ത് ഏരിയ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത നമ്മളുടെ ഇതിലേക്ക് നമുക്ക് ഏതെല്ലാം രീതിയിലാണ് എനിക്ക് എന്നെ തന്നെ നമുക്ക് കൂടുതലായിട്ട് മെച്ചപ്പെടുത്താൻ പറ്റുന്നത് ഉള്ളതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുക.
കൂടുതലായിട്ടും കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് ആലോചിച്ച് സമയം കളയാതിരിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ബൗണ്ടറി നമ്മൾ റീസെറ്റ് ചെയ്യണമെങ്കിൽ അത് ചെയ്യുക. നമ്മളുടെ ആവശ്യങ്ങൾ എന്താണ്, അതുപോലെ നമ്മളുടെ നമ്മളുടെ ശക്തി എന്താണ്, നമ്മളുടെ അശക്തി എന്താണ്, നമ്മുടെ കഴിവെന്താണ്, കഴിവുകേടെന്താണ്, ഇങ്ങനെയൊക്കെ ഉള്ളതിനെ കുറിച്ചൊക്കെ കൂടുതൽ ചിന്തിക്കുക. പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുക. ഹോബി ആയിരിക്കാം, അല്ലെങ്കിൽ പുതിയ ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ കൂട്ടുകാര് ആയിട്ടുള്ള ബന്ധങ്ങൾ, അല്ലെങ്കിൽ അതൊക്കെ കുറെ കൂടി ആത്മാർത്ഥമായിട്ട് നമ്മളത് കുറെ കൂടി ആഴത്തിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ഒരു വിക്ടിം മോഡിൽ നിന്ന് ഒരു സർവൈവർ മോഡിലേക്ക് നമ്മുടെ മനസ്സിനെ മാറ്റുക. എനിക്ക് സംഭവിച്ചു, അയ്യോ പാവേ എന്ന് പറഞ്ഞ് എപ്പോഴും നടക്കുന്നതിന് പകരം ദെൻ കൾട്ടിവേറ്റ് മൈൻഡ്ഫുൾ ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ദി പ്രസന്റ്. ഈ നിമിഷത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഇതിനെക്കുറിച്ച് ഈ പ്രസന്റ് മൊമെന്റിൽ വന്നിട്ട് നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ കൂടുതൽ നന്ദിയുള്ളവരായിരിക്കുക. അതായത് ലൈഫ് ഇപ്പൊ എങ്ങനെയാണ് പോകുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ചെറുതായിട്ടുള്ള നമ്മളുടെ ഈ ചിന്തകൾക്ക് നമ്മൾ നന്ദി പറയുക. നമ്മൾ കൂടുതലായിട്ട് അംഗീകരിക്കുകയും ഈ സത്യം, ഈ യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കാനുള്ള ആ മനോഭാവം നമുക്ക് കിട്ടിയതിന് നന്ദി പറയുക. ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ സന്തോഷം കണ്ടെത്താൻ നോക്കുക. വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാതിരിക്കുക. അതുപോലെ തന്നെ ഇവരുമായിട്ടുള്ള ഈ ബന്ധങ്ങൾ ബൗണ്ടറി കീപ്പ് ചെയ്യുകയും, അതുപോലെ ജസ്റ്റ് നമുക്കുണ്ടാകുന്ന ഏതെങ്കിലും തരത്തിൽ നമുക്കൊരു സക്സസ് ഉണ്ടായെങ്കിൽ, ഇവരെ ഡീൽ ചെയ്യുന്നതിൽ നമുക്ക് സക്സസ് ഉണ്ടായെങ്കിൽ അതൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. യൂസ് മൈൻഡ്ഫുൾ ബ്രീത്തിങ് ആൻഡ് അക്സെപ്റ്റ് ഇന്റൻസ് ഇമോഷൻസ്. അതായത് വളരെ ശക്തിയായിട്ടുള്ള ഇങ്ങനെയുള്ള പാസ്റ്റിനെ കുറിച്ചുള്ള ചിന്തകളും ഇതെല്ലാം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബ്രീത്തിങ് ടെക്നിക്സ് അല്ലെങ്കിൽ ഗ്രൗണ്ടിങ് ടെക്നിക്ക് ഉപയോഗിച്ച് കൂടുതൽ ശാന്തമാകാൻ സാധിക്കും. 2, 3, 4, 5 പ്രാവശ്യം ഡീപ്പായിട്ടുള്ള ബ്രത്ത് എടുക്കുക. അത് വീണ്ടും അതിനുശേഷം നമ്മളുടെ മൈൻഡ്ഫുൾനെസ്സിലേക്ക് വരിക. അതുപോലെ തന്നെ കൂടുതലായിട്ട് നോർമൽ ആയിട്ടുള്ള ബ്രീത്തിങ്ങിലേക്ക് വരിക. അല്ലെങ്കിൽ നമ്മളുടെ ബോഡി സെൻസ് ചെയ്യുക, ബോഡി സ്കാൻ ചെയ്യുക. എവിടെയെങ്കിലും പെയിൻ എന്തെങ്കിലും ഇതുണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ തിരിച്ചറിയുക. ഇങ്ങനെയൊക്കെയുള്ള ആ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ദെൻ affirm your right to happiness and peace. നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമുക്ക് എന്താണ് നമ്മളുടെ ആ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു റൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് അങ്ങനെ ആയിരിക്കാൻ നമുക്ക് സാധിക്കും. അത് വെറും നമ്മുടെ ചിന്തയിലല്ല, നമുക്ക് യാഥാർത്ഥ്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് മൈൻഡ്ഫുള്ളി റിമൈൻഡ് യുവർസെൽഫ് ദാറ്റ് യു ആർ ഡിസേർവിങ് ലവ്, പീസ് ആൻഡ് ജോയ്. അത് മറ്റുള്ളവർ നമുക്ക് തന്നോ, അല്ലെങ്കിൽ നമ്മളുടെ ജീവിത പങ്കാളി അല്ലെങ്കിൽ നമ്മളുടെ കൊളീഗ് നമുക്ക് തന്നോ എന്നുള്ളതിനെ കുറിച്ച് മാത്രമല്ല, അതിൽ നിന്ന് കൂടി കുറെ അത് തന്നില്ലെങ്കിൽ പോലും ആ ഒരു യാഥാർത്ഥ്യത്തെയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ഭാവിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കുക. അക്സെപ്റ്റ് വാട്ട് ഹാപ്പൻഡ് വിതൗട്ട് ഡിനയൽ. ഇതെല്ലാം സംഭവിച്ചു, ഇന്നലകളിൽ നടന്നിട്ടുള്ള അതിനെ നമ്മൾ ഡിനേ ചെയ്യാതിരിക്കുക. അക്നോളജ് ദി അബ്യൂസ് വിതൗട്ട് മിനിമൈസിങ് ഓർ റാഷണലൈസിങ്. ഒന്നുകിൽ അതിനെ ഇല്ലാതാക്കുക അല്ല, അതുപോലെ തന്നെ റാഷണലൈസ് ഇരിക്കാൻ വേണ്ടി നമ്മൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം. ദിസ് ഹാപ്പൻ ടു മീ ആൻഡ് ഇറ്റ് വാസ് റോങ് ബട്ട് ഐ കാൺട്ട് ചേഞ്ച് ദി പാസ്റ്റ്. ഓക്കെ, അതൊരു യാഥാർത്ഥ്യമാണ്. ഇങ്ങനെയുള്ള പോസിറ്റീവ് ആയിട്ടുള്ള സെൽഫ് ലവ് അഫർമേഷൻസ് ഈ ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഞാൻ ഈ ഗ്രൂപ്പിൽ ഞാൻ ഇടാം. നമ്മളുടെ ഈ മൈൻഡ്ഫുൾനെസ്സിന്റെ ഈ ഗ്രൂപ്പിൽ ഞാൻ ഇടാം. കുറെ പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് ഇട്ടുതരാം. ഗ്രൂപ്പിൽ ഇല്ലാത്തവർ ഗ്രൂപ്പിൽ ചേരുക. ഓക്കെ, ദെൻ റെക്കഗ്നൈസ് യുവർ ലാക്ക് ഓഫ് കൺട്രോൾ ഓവർ ദി നാർസിസിസ്റ്റ്. അതായത് എനിക്ക് സാധിക്കുന്നില്ല, ഒരു നാർസിസിസ്റ്റിന്റെ മേൽ നമ്മൾ ആധിപത്യം ചെലുത്താൻ വേണ്ടി നോക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അവിടെ ആധിപത്യം കൊണ്ട് അവരെ കീഴടക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഇതുപോലുള്ള മൈൻഡ്ഫുൾ ടെക്നിക്സ് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതും പരാജയപ്പെട്ടുവെങ്കിൽ നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് അവരോട് പെരുമാറുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളും പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അതിനെയും നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ റാഡിക്കലായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ശ്രമിക്കുക. Their behavior was not my responsibility. I can only control myself. ആ ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുക. സ്റ്റോപ്പ് ഫൈറ്റിംഗ് റിയാലിറ്റി. യാഥാർത്ഥ്യമായിട്ട് നമ്മൾ യുദ്ധത്തിന് പോകരുത്. എന്താണ് അത്? നമ്മൾ ഫൈറ്റിംഗ് ദ ട്രൂത്ത് ഈസ് ഓൺലി ഹേർട്സ് മീ മോർ. അതാണ് നമ്മൾ ഐ ക്യാൻ അക്സെപ്റ്റ് ഓൺലി ദി ട്രൂത്ത് ബട്ട് ഐ അക്സെപ്റ്റ് ദി ട്രൂത്ത് സോ ഐ ക്യാൻ ഹീൽ. നമ്മൾ ഇതിലേക്ക് നമ്മൾ വരിക. അത് നമ്മളെ കൂടുതൽ ഹീലിംഗിലേക്ക് കൊണ്ടുപോകും. അതുപോലെ നമ്മൾ ആ മൊമെന്റിലേക്കുള്ള ആ പീസ് വിത്ത് ദിസ് മൊമെന്റ് റൈറ്റ് നൗ, അത് നമുക്ക് ലഭിക്കുന്നതിന് നമ്മളെ സഹായിക്കും.
മറ്റൊന്ന് നമ്മൾ നമ്മളോട് തന്നെ ഫോർഗീവ് ചെയ്യുക. അതായത് ഞാൻ ഇങ്ങനെ ഒരാളുടെ കൂട്ടത്തിൽ ജീവിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ ഇങ്ങനെ എന്താണ് ഒരുപക്ഷെ പ്രേമവിവാഹമാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ ദേഷ്യം തോന്നുമായിരിക്കും. മറ്റതുപോലുള്ള ഏതെല്ലാം സാഹചര്യങ്ങളിൽ, ജോലി സ്ഥലത്തായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ ഈ ജോലി ഞാൻ ഏറ്റെടുത്തതിന്റെ പേരിലായിരിക്കാം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നമുക്ക് നമ്മളോട് തന്നെ ദേഷ്യം വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഫോർഗീവ് ചെയ്യാൻ വേണ്ടി എന്താണ് നമ്മൾ ഈ സാഹചര്യത്തിൽ അനുസരിച്ച് നമ്മൾ ഫോർഗീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുക. ഐ ഡിഡ് ദി ബെസ്റ്റ് ഐ കുഡ് വിത്ത് വാട്ട് ഐ ന്യൂ അറ്റ് ദ ടൈം. ഓക്കെ, അത് എനിക്ക് പറ്റുന്നത് ഞാൻ ചെയ്തു എന്നുള്ളതും, അതുപോലെ നമ്മളോട് തന്നെ ദേഷ്യം ഉണ്ടാകാതിരിക്കുക. ഗ്രീവ് ദി ലോസ്. ഐ ആം ഗ്രീവിങ്. ഓക്കെ, ഗ്രീവ് ദ ലോസ്. ഞാൻ ഗ്രീഫിനെ കുറിച്ച് നേരത്തെ പറഞ്ഞായിരുന്നു. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടേതായിട്ടുള്ള ആ ഡ്രീംസ്, അതുപോലെയുള്ള ആ റിലേഷൻഷിപ്പിലുള്ള നമ്മളുടെ ഫാന്റസി, അല്ലെങ്കിൽ നമ്മളുടെ റൊമാൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനോട് നമ്മൾ അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ആ ഒരു എന്താണ് നമുക്ക് നഷ്ടപ്പെട്ടതിനെ പറ്റിയിട്ടുള്ള ഒരു ഗ്രീവ് നമുക്കുണ്ടാകും. അത് കുറ്റബോധമായിരിക്കാം, അല്ലെങ്കിൽ വലിയൊരു നിരാശ നമുക്ക് തോന്നും. ഇങ്ങനെയുള്ള ആ സാഹചര്യങ്ങളിൽ നിന്ന്, അതിൽ നിന്ന് നമ്മൾ അതിനെ ആ വേദനയെ, ആ വിഷമത്തെ നമ്മൾ അത് അംഗീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടി നോക്കുക. നമുക്കുണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ പ്രത്യേകിച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലൊക്കെ ഉണ്ടാകുന്ന അതല്ലെങ്കിൽ നമ്മുടെ ജോലികളിലാകാം, ആ അത് നമ്മൾ അംഗീകരിക്കാൻ, ആ ലോസിനെ കുറിച്ച് നമ്മൾ അംഗീകരിക്കാൻ വേണ്ടി നോക്കുക. പിന്നെ മറ്റൊന്ന്, നാവിഗേറ്റിംഗ് യുവർ ഗ്രീഫ്. എന്താണ് നമുക്ക് ഉണ്ടായിട്ടുള്ള വേദനകൾ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച്, മരണം മാത്രമാകണമെന്നില്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളുടെ ഈ നാർസിസ്റ്റിക് റിലേഷൻഷിപ്പിലുള്ളതാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അത് മനസ്സിലാക്കി നമ്മൾ അതേക്കുറിച്ച് ഒന്ന് നാവിഗേറ്റ് ചെയ്യണം. നമുക്ക് അതിൻ്റെതായിട്ടുള്ള ആശയങ്ങളിലേക്ക്, അല്ലെങ്കിൽ അതേക്കുറിച്ച് കൂടുതലായിട്ടുള്ള അറിവ് നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഗ്രീഫ് നമ്മൾ നാവിഗേറ്റ് ചെയ്യുക. കോൾ ഇറ്റ് വാട്ട് ഇറ്റ് ഈസ്. എന്താണ് നമ്മളുടെ ഗ്രീഫിന്റെ നമ്മുടെ സങ്കടത്തിന്റെ, തീവ്രമായ ദുഃഖത്തിന്റെ കാരണങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ കോൾ ഇറ്റ്. എൻഗേജ് ദി പ്രോസസ്. ദാറ്റ് മീൻസ് ജസ്റ്റ് അലൗ എന്താണ് ആ ചിന്ത വരാൻ വേണ്ടി വരിക, അനുവദിക്കുക, അതിനെ ഡിനേ ചെയ്യാതിരിക്കുക. ആ പ്രോസസ്സ് നമ്മളിൽ കടന്നു പോകാൻ വേണ്ടി നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട്, നമ്മൾ അറ്റാച്ച്ഡ് ആകാതെ, മാനസികമായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യാതെ, നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട് അതിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. സ്റ്റേ വിത്ത് യുവർ ഫീലിങ്സ്. നമുക്കറിയാം, നമ്മളത് ഒരു വ്യക്തിയോട് വെറുപ്പോ സങ്കടമോ ഒന്നുമില്ലാതെ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റേ വിത്ത് യുവർ ഫീലിങ്സ്. എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ദെൻ റൈറ്റ് മൈൻഡ്ഫുൾ ജേർണലിംഗ്. നമ്മുടെ ഗ്രീഫിന്റെ ഇതായിട്ട് നമ്മുടെ വിചാരങ്ങളെല്ലാം തന്നെ നമുക്ക് പ്രകടിപ്പിക്കാവുന്ന ഒന്നാണ് മൈൻഡ്ഫുൾ ജേർണലിംഗ് എന്ന് പറയുന്നത്. വളരെ ഇതായിട്ട് ചെയ്യുന്ന ഫോക്കസ് ഓൺ യു ഔട്ട്സൈഡ് ദി റിലേഷൻഷിപ്പ്. അത് ഉദ്ദേശിക്കുന്നത് കൂടുതലായിട്ട് ഞാൻ പറഞ്ഞു, അതായത് നമുക്ക് മോശമായിട്ടുള്ള ബന്ധങ്ങളാണുള്ളതെങ്കിൽ, ജോലി സ്ഥലത്താകട്ടെ, വീട്ടിലാകട്ടെ, എവിടെയെങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള വ്യക്തികളുടെ ദുരുപയോഗത്തിന് കാരണമായിട്ടുണ്ടെങ്കിൽ, നമ്മൾ കൂടുതലായിട്ട് നമ്മളുടെ കൂടുതൽ മറ്റുള്ള വ്യക്തികളുമായിട്ട്, ചിലപ്പോൾ വീട്ടുകാരായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളായിട്ടായിരിക്കാം, അങ്ങനെ നമ്മൾ കൂടുതൽ ഈ വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്യാതെ നല്ല ബന്ധങ്ങൾക്കും, നല്ല സുഹൃത്ത് ബന്ധങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ പുറത്ത് അന്വേഷിക്കുക. പുറത്തെന്ന് പറഞ്ഞാൽ വീട്ടുകാരോ നാട്ടുകാരോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ആ ഒരു വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ റിമൈൻ മൈൻഡ്ഫുൾ ഓഫ് ആനിവേഴ്സറി ഡേറ്റ്സ്, റീയൂണിയൻസ് ഓർ എനിത്തിങ് ദാറ്റ്. അതായത് നമ്മൾ ഇതുപോലെ ഉള്ള കാര്യങ്ങളിൽ മൈൻഡ്ഫുൾ ആയിട്ട് മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ ചെയ്യണം. നമ്മളുടെ ആനിവേഴ്സറികൾ, അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും ഇവർ കണ്ടുമുട്ടിയ ഡേറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ വിവാഹം ആയിരിക്കാം, മറ്റതുപോലുള്ള റീയൂണിയൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ചിന്തിക്കാൻ നമുക്ക് സാധിക്കും. ഓക്കെ, reunions that may pull you back in. അതായത് ഇതിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു രീതിയിലേക്ക് നമ്മൾ കൂടുതൽ മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് ഇതൊക്കെ നമ്മൾ ഓർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ദെൻ ഗ്രീഫ് റിച്വൽസ് ഉണ്ട്. കൂടുതൽ എക്സ്ട്രീം ആയിട്ടുള്ള വേദനകൾ അനുഭവിച്ചിട്ടുള്ള ആൾക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ ബ്രേക്ക് ചെയ്യുന്നതിനും, അതുപോലെ തന്നെ നമ്മളുടെ ആ വേദനയെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി, റാഡിക്കലായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചില റിച്വൽസ് ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. ഇതൊരു തെറപ്പോറ്റിക് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അതായത് റിച്വൽസ് എന്ന് പറയുന്നത് എപ്പോഴും മനുഷ്യ മനസ്സിനെ
മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ സന്തോഷം പകരുന്ന ഒന്നാണ്. അതായത് മനസ്സിലാകാത്ത ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കുമ്പോൾ ആംഗ്യങ്ങൾ റിച്വൽസ് റിലീജിയസ് ആയിട്ടുള്ള ഇതാണ് കൂടുതൽ റിച്വൽസ് വരുന്നത്. അങ്ങനെയുള്ള അതെല്ലാം തന്നെ എന്ത് ചെയ്യും, നമുക്ക് മാനസികമായിട്ട് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഹാപ്പിനെസ് നൽകുന്ന ഒന്നാണ്. അതിന് വേണ്ടിയിട്ടാണ് റിച്വൽസ് ഉടലെടുത്തത് തന്നെ. അപ്പൊ അങ്ങനെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റിലേഷൻഷിപ്പിൽ നമ്മൾ കൂടുതൽ അക്സെപ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഫ്യൂണറൽ നടത്താമെന്നാണ് പറയുന്നത്. അതായത് ഈ ബന്ധം നിന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആ ബന്ധം മരിച്ചുപോയി, അല്ലെങ്കിൽ അതിനെ ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ അത് അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു രീതിയിലേക്ക് അതുപോലുള്ള റിച്വൽസ് നമുക്ക് നോക്കാം. ഫ്യൂണറൽ ഫോർ എക്സാമ്പിൾ, അങ്ങനെ മാനസികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഹാവ് എ ബർത്ത്ഡേ ഫോർ യുവർ സെൽഫ്. നിങ്ങൾ ഈ ഇപ്പം ഈ ഒരു റിച്വൽ ചെയ്തതിന് ശേഷം, ഫ്യൂണറൽ ചെയ്തു അതിന് ശേഷം വീണ്ടും നിങ്ങൾ പുനർജനിച്ചു, അങ്ങനെയുള്ള ഒരു ബർത്ത്ഡേ നിങ്ങൾക്ക് ആഘോഷിക്കാം. അതായത് ആ ഒരു ബന്ധം നിർത്തി, അല്ലെങ്കിൽ അതുപോലെയുള്ളതിൽ നിന്നുള്ള ഒരു മോചനം കിട്ടി, നിങ്ങൾ വീണ്ടും പുനർജനിച്ചു, അതിൻ്റെ ആ ഒരു ബർത്ത്ഡേ നിങ്ങൾക്ക് ഓർത്തിരുന്ന് നിങ്ങൾക്ക് ആഘോഷിക്കാം. സ്വിച്ച് അപ്പ് വിത്ത് യുവർ സ്പേസ്, വാൾസ് ആൻഡ് ഓബ്ജക്ട്സ്. ഇത് ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മൾ പഴയ ഓർമ്മകളായിട്ട് നമ്മൾ ഫോട്ടോസ് വെച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർ നമുക്ക് മേടിച്ചു തന്ന സമ്മാനങ്ങൾ ഉണ്ടാകും, അതുപോലെ നമ്മളുടെ അങ്ങനെയുള്ള കാര്യങ്ങൾ, അവർ ഇങ്ങനെയുള്ള പഴയ ബന്ധത്തെ ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ അത് എടുത്ത് പുറത്തു കളയുക. അങ്ങനെയുള്ള ഇത് കാണുമ്പോഴേക്കും ആയിരിക്കും പലപ്പോഴും നമുക്ക് വേദനകളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ അവർ പറഞ്ഞ കാര്യങ്ങളായിരിക്കും ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നുള്ള അതെല്ലാം നമ്മളുടെ മുറിയിൽ അല്ലെങ്കിൽ നമ്മുടെ വാളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളയുക. അതുപോലെ ടേക്ക് ബാക്ക് ഇമ്പോർട്ടൻറ്റ് പ്ലേസസ്. ഇത് ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പം ചില റൊമാൻറ്റിക്, ഞാൻ വെറുതെ ഇങ്ങനെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നതേ ഉള്ളൂ, ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ ഉണ്ടായി പോയിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോയിട്ടുള്ളതും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ സ്ഥലങ്ങളിലേക്ക് വീണ്ടും നിങ്ങൾ പോവുക. ആരുടെ കൂട്ടത്തിലാണ് പോകേണ്ടത്? നിങ്ങളുടെ നല്ല ബന്ധങ്ങളുള്ള നിങ്ങളുടെ കൂട്ടുകാർ, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ, മാതാപിതാക്കൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോവുക. അത് ഏതെങ്കിലും സീസൈഡ് ആയിരിക്കും, പാർക്കായിരിക്കും, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് ടേക്ക് ബാക്ക്, യു ഗോ വിത്ത് സംബഡി എൽസ് എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരായിരിക്കുന്ന ആളുകളെ കൂട്ടത്തിൽ പോകുക. അതിനുശേഷം നിങ്ങൾ അവിടെ സെലിബ്രേറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് അതിൽ നിന്നുള്ള ഒരു മോചനം, അതിൽ നിന്നുള്ള ഒരു റാഡിക്കൽ അക്സെപ്റ്റൻസിന്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ നമ്മുടെ കേരളത്തിലെ ന്യൂ ജനറേഷനിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു പൊളിക്കുക. ദാറ്റ്സ് ഓൾ. മറ്റൊന്ന് ചെയ്യാൻ പറ്റുന്നത് ഈ ക്രിയേറ്റ് എ ഗ്രീഫ് ബോക്സ് എന്ന് പറയും. ഇതൊരു തെറപ്പിയുടെ ഭാഗമാണ്. എന്താണ് ചെയ്യുന്നത്? നമ്മളൊരു ചെറിയൊരു ബോക്സ് ഉണ്ടാക്കി വെച്ചിട്ട് അതിനകത്ത് നമുക്ക് ഉണ്ടായിട്ടുള്ള വേദനകളും വിഷമങ്ങളും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഓരോ ചെറിയ പീസ് ഓഫ് പേപ്പറിൽ നമുക്ക് എഴുതിയിടാം. മൈൻഡ്ഫുൾ ജേർണലിംഗിന് പോലെ തന്നെ, അതായത് നമ്മൾ എന്തൊക്കെ ഉപേക്ഷിച്ചു, നമ്മൾ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് എന്തെല്ലാം മിസ് ചെയ്യുന്നുണ്ട്, നമ്മളുടെ പ്രതീക്ഷകൾ എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചും ഈ ആത്മാരാധകരായ വ്യക്തികളിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള തിക്ത അനുഭവങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് വരുന്ന നമ്മുടെ വിചാരങ്ങൾ നമുക്ക് എഴുതി ഇങ്ങനെ ഒരു ഗ്രീഫ് ബോക്സിൽ നമുക്ക് നിക്ഷേപിക്കാം. അതും ഒരു റിലീഫിന് വേണ്ടി, അല്ലെങ്കിൽ ഇതുപോലെയുള്ള നമ്മളുടെ ആ ഒരു റാഡിക്കൽ അക്സെപ്റ്റൻസിന്റെ ഭാഗമാണെന്ന് ആണ് തെറപ്പിസ്റ്റുകൾ പറയുന്നത്. ഇത് അവസാനമായിട്ട് ഞാനിങ്ങനെ ഇത് മൈൻഡ്ഫുൾനെസിന്റെ ഒരു ഭാഗമാണ്, പക്ഷെ എന്നാൽ തന്നെയും ഒരു തെറപ്പിയുടെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ദെൻ അവസാനമായിട്ട് ബിൽഡ് എ ന്യൂ നറേറ്റീവ്. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു പുതിയ നറേറ്റീവ് ഉണ്ടാക്കുക. നാർസിസ്റ്റ് നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്ന നമ്മളെക്കുറിച്ചുള്ള ആ സെൽഫ് ഇമേജ്, നമ്മൾക്ക് തന്നിട്ടുള്ള ആ ബ്ലെയിം, അല്ലെങ്കിൽ ഈ ഇതുപോലുള്ള കുറ്റബോധങ്ങൾ അടങ്ങിയിട്ടുള്ള എല്ലാം വിട്ടിട്ട് യു മേക്ക് യുവർ ഓൺ എ ന്യൂ നറേറ്റീവ്. നിങ്ങൾ ക്ലോഷർ ചെയ്ത് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾ ഒരു മരിച്ചടക്ക് എന്ന് വേണേൽ പറയാം, അല്ലെ? ഒരു ഫ്യൂണറൽ നടത്തി അതിനുശേഷം നിങ്ങൾ പുനർജീവിക്കുകയാണ്. റീബിൽഡ് യുവർ ഐഡന്റിറ്റി ബേസ്ഡ് ഓൺ ട്രൂത്ത്, അല്ലെങ്കിൽ റിയാലിറ്റി, മോർ സെൽഫ് കമ്പാഷൻ ആൻഡ് മോർ സ്ട്രെങ്ത്. സോ ഐ ആം മോർ ദാൻ വാട്ട് ഐ ഹാപ്പൻ ടു മീ, വാട്ട് ഈസ് ഹാപ്പൻ ടു മീ. ഐ ആം എ സർവൈവർ ആൻഡ് ഐ ആം ഹീലിംഗ്. ഐ എം നോട്ട് എ വിക്ടീം എന്നുള്ള ഇതുപോലെയുള്ള എന്തെങ്കിലും സെൽഫ് അഫർമേഷൻ കൊടുത്ത് നമുക്ക് കുറച്ചുകൂടി റാഡിക്കൽ ആയിട്ടുള്ള അക്സെപ്റ്റൻസ് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു. വളരെ എലാബറേറ്റ് ആയിട്ട് റാഡിക്കൽ അക്സെപ്റ്റൻസ് എങ്ങനെയാണ് നമ്മുടെ മുന്നിലേക്ക് കടത്തിവിടേണ്ടത്, നമ്മൾ അതിനെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട രീതിയാണ് സാർ പറഞ്ഞത്. എന്തെങ്കിലും കൂടുതൽ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ, എന്തെങ്കിലും കൂടുതൽ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം.
മെഡിറ്റേഷനിലേക്ക് പോയിട്ട് വന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. എന്തെങ്കിലും പെട്ടെന്ന് നമ്മൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കും. എനി കമന്റ്സ്? ഇങ്ങനെയുള്ള വ്യക്തിത്വത്തെ മാനേജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിലൂടെ നമ്മൾ നിവർത്തിക്കേണ്ടതായ ചില രീതികൾ, സാർ പറഞ്ഞ പോലെ ആ വ്യക്തി നൽകുന്ന ഒരു മൈൻഡ് സെറ്റ് അല്ല, ഒരു പുതിയ മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ മാറാൻ നമ്മളെ കൊണ്ടാകുന്നു. യെസ്, എന്തെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം, അതിനുശേഷം ഷെയർ ചെയ്യാം. സോ അന്നസർ മെഡിറ്റേഷൻ. ഓക്കെ. സാറേ, സാർ കേൾക്കാമോ? കേട്ടില്ല സാർ. കേട്ടില്ല. ഇല്ല, ഷെയറിങ് വന്നില്ല. ഷെയറിങ് കേട്ടോ കേട്ടോ? സൗണ്ട് കേട്ടു. ഓക്കെ then please start now. Yeah, thank you. ആരാധകരായ വ്യക്തികളുടെ ദുരുപയോഗത്തിന് ശേഷം സമൂലമായ സ്വീകാര്യത സ്വീകരിക്കൽ എന്ന മാർഗനിർദ്ദേശ ധ്യാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ധ്യാനത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്യുന്നതിനുള്ള സമയമാണിത്. ആദ്യമായി ധ്യാനത്തിനുള്ള തയ്യാറെടുപ്പിനായി നിങ്ങൾ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലത്ത് സുഖപ്രദമായ രീതിയിൽ ഇരിക്കുക. നിങ്ങളുടെ ശരീരത്തിന് സുഖം നൽകുന്ന, വിശ്രമം നൽകുന്ന ആ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങൾ വരുത്തണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് വരുത്താം. ധ്യാനത്തിന് നിങ്ങൾ തയ്യാറായി എന്ന് നിങ്ങൾക്ക് പൂർണ്ണമായും തോന്നുന്ന നിമിഷത്തിൽ നിങ്ങളുടെ കണ്ണുകൾ സാവധാനം സൗമ്യമായി അടയ്ക്കാം. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളിലേക്ക് തന്നെ, നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ വ്യതിചലിപ്പിക്കുക. നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും കൂടുതൽ വിശ്രമം നൽകുന്നതിനു വേണ്ടി നമുക്ക് ആഴത്തിൽ 3 പ്രാവശ്യം ശ്വസിക്കാം. നിങ്ങൾക്ക് ശ്വാസോച്ഛ്വാസം ഇപ്പോൾ എടുക്കാം. 3 പ്രാവശ്യം ശാന്തമായി എടുത്ത് ശാന്തമായി തന്നെ നിശ്വസിക്കുക.
ശാന്തമായി നിങ്ങൾക്ക് നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തെ സ്വാഭാവികമായ നമ്മളുടെ ആ ശരീരം എങ്ങനെ ശ്വസിക്കുന്നുവോ ആ ശ്വാസോച്ഛ്വാസത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കാം. ഈ ശ്വാസോച്ഛ്വാസം ഒരു നമ്മളുടെ അവബോധത്തെ പൂർണ്ണമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നങ്കൂരമായി അനുവദിക്കുക. ശാന്തതയിലേക്ക്, സമാധാനത്തിലേക്ക്, സന്തോഷത്തിലേക്ക് നിങ്ങളെ തന്നെ സ്വയം നയിക്കുക. ഇതിനോടകം നിങ്ങളുടെ ശരീരം കൂടുതൽ വിശ്രമത്തിൽ ആയി എന്ന് കരുതുന്നു. നമുക്ക് നമ്മളുടെ ശരീരത്തെക്കുറിച്ച് പൂർണ്ണമായ ഒരു അവബോധം ഇപ്പോൾ എടുക്കാം. നിങ്ങളുടെ പാദങ്ങളിൽ നിന്ന് ആ അവബോധം അല്ലെങ്കിൽ അത് നമുക്ക് ആരംഭിക്കാം. നിങ്ങളുടെ ശരീരത്തിൽ അനുഭവപ്പെടുന്ന ചൂട് അല്ലെങ്കിൽ തണുപ്പ്, ഇതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ, വേദനകൾ, പിരിമുറുക്കങ്ങൾ എന്നിവ ശ്രദ്ധിക്കുക. പാദത്തിൽ നിന്ന് ക്രമേണ നിങ്ങളുടെ കാലുകളിലേക്ക്, ഇടുപ്പിലേക്ക്, അടിവയറിലേക്ക്, നെഞ്ചിലേക്ക്, ഇങ്ങനെ നിങ്ങളുടെ ശ്രദ്ധ സാവധാനം മുകളിലേക്ക് നീക്കുക. നിങ്ങളുടെ കൈകൾ, തോളുകൾ, കഴുത്ത്, മുഖം എന്നിവയും സൂക്ഷ്മമായി നിരീക്ഷിക്കുക. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗവും നിങ്ങൾ നിരീക്ഷിക്കുമ്പോൾ അവയെ പൂർണ്ണമായി വിശ്രമിക്കുവാൻ അനുവദിക്കുക. എന്തെങ്കിലും അസ്വസ്ഥതകളോ പിരിമുറുക്കങ്ങളോ വേദനകളോ ഉണ്ടാകുന്നെങ്കിൽ അവയെക്കുറിച്ച് അവബോധമുള്ളവരാകുക. അവയെ മാറ്റുവാൻ വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുക. ശാന്തമായ നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിൽ നിങ്ങൾ നിലയുറപ്പിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ശരീരം ശാന്തമായി നിങ്ങളുടെ വൈകാരിക ഇടത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ വ്യതിചലിപ്പിക്കുക. നിങ്ങൾ ആത്മാരാധകരായ വ്യക്തികളുടെ ദുരുപയോഗം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അവയുടെ മുറിവുകൾ ഇന്നും നിങ്ങളുടെ മനസ്സിൽ മായാതെ കാണും. അവരുടെ വിശ്വാസവഞ്ചന, കൃത്രിമത്വം, വൈകാരികവും മാനസികവുമായ ചൂഷണം, ദുരുപയോഗം, കുറ്റപ്പെടുത്തൽ, ആശയക്കുഴപ്പം, വേദന എന്നിവയുടെ മുറിവുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ ഒരു കൊടുങ്കാറ്റ് പോലെ കടന്നു വരുന്നുണ്ടാകും. നിങ്ങൾ അവയെ ശ്രദ്ധിക്കുക. വൈകാരികമായി പ്രതികരിക്കാതിരിക്കുക.
നിങ്ങൾ ഒരു നിരീക്ഷകനാണ് അല്ലെങ്കിൽ നിരീക്ഷകയാണ്. ആകാശത്ത് മാറി മാറി വരുന്ന മേഘങ്ങൾ പോലെ ചിന്തകൾ നമ്മളുടെ മനസ്സിൽ വരുന്നു. അവയെ നിരീക്ഷിക്കുക. ഒരുപക്ഷെ ചിന്തകളായ ദേഷ്യം, വിദ്വേഷം, കുറ്റബോധം, നിരാശ, ആത്മവിമർശനം എന്നിവയെല്ലാം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ അംഗീകരിക്കുകയും സാവധാനം നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യുക. നിങ്ങൾ ഈ നിമിഷം ഇവിടെ സുരക്ഷിതരാണ്. ആ സുരക്ഷിതത്വം നിങ്ങൾ നിങ്ങളുടേതായ വാക്കുകളിൽ സ്ഥിരീകരണത്തിലൂടെ ഉറപ്പിക്കുക. നിങ്ങളുടെ വികാരവിചാരങ്ങളുമായി, ഒരുപക്ഷെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളുമായി ഈ നിമിഷം ഇവിടെ ഇരിക്കുമ്പോൾ സമൂലമായ ഒരു സ്വീകാര്യത നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. സമൂലമായ സ്വീകാര്യത എന്നാൽ സംഭവിച്ചതിനെ അംഗീകരിക്കുക എന്ന് മാത്രമല്ല അർത്ഥം. ഇത് നിങ്ങളുടെ വേദനയെ കുറയ്ക്കുന്നു എന്നുമല്ല അർത്ഥം. സമൂലമായ സ്വീകാര്യത എന്നാൽ സംഭവിച്ചത് യഥാർത്ഥമാണെന്ന് അംഗീകരിക്കുക എന്നതാണ്. ഭൂതകാലത്തെ മാറ്റാൻ കഴിയില്ലെന്നും നിങ്ങൾ അനുഭവിച്ച അനുഭവങ്ങളാണ് നിങ്ങളെ രൂപപ്പെടുത്തിയതെന്നും ഈ യാഥാർത്ഥ്യം ഇവിടെ ഉണ്ടെന്നും അംഗീകരിക്കുക. മാനസികമായ ഒട്ടനവധി വികാരങ്ങളും വേദനകളും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നെങ്കിൽ ഒന്നോ രണ്ടോ ദീർഘ നിശ്വാസം എടുത്ത് അതിനെ ശാന്തമാക്കാൻ ഇപ്പോൾ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ തന്നെ അതിർത്തികൾ സ്ഥിരീകരിക്കുന്നതിനും നിങ്ങൾ എന്തായിരിക്കുന്നുവോ അതിനെ അംഗീകരിക്കുന്നതിനു വേണ്ടി ഏതാനും സ്ഥിരീകരണങ്ങൾ നമുക്കിപ്പോൾ എടുക്കാം. ഇതിനൊപ്പത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഏറ്റു പറയാം, ഞാൻ എന്തായിരിക്കുന്നുവോ അതിൽ ഞാൻ പൂർണ്ണ സംതൃപ്തനാണ് അല്ലെങ്കിൽ സംതൃപ്തയാണ്. ഞാൻ എന്തായിരിക്കുന്നുവോ അതിൽ ഞാൻ പൂർണ്ണ സംതൃപ്തനാണ് അല്ലെങ്കിൽ സംതൃപ്തയാണ്. അടുത്തത്
ആരുടെയെങ്കിലും അംഗീകാരത്തിന്റെയോ സാധൂകരണത്തിന്റെയോ ആവശ്യകത എനിക്കില്ല. ആരുടെയെങ്കിലും അംഗീകാരത്തിന്റെയോ സാധൂകരണത്തിന്റെയോ ആവശ്യകത എനിക്കില്ല. ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ ഒരിടമുണ്ട്. നമ്മുടേതായ ഒരു മൂല്യബോധമുണ്ട്. അതിനെ നമ്മൾ വീണ്ടെടുക്കണം. നിങ്ങളുടെ വലത് കൈ നിങ്ങളുടെ നെഞ്ചിൽ അമർത്തി വയ്ക്കുക. സ്നേഹവും ഊഷ്മളതയും കാരുണ്യവും അനുകമ്പയും നിങ്ങൾക്ക് നിങ്ങളോടുള്ള ബന്ധവും അനുഭവിക്കുവാൻ ഈ സമയം നിങ്ങൾ ചെലവഴിക്കുക. നിങ്ങളുടെ ഹൃദയമിടിപ്പ് അറിയാൻ നിങ്ങൾക്കിപ്പോൾ കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങളുടെ കൈകൾ ഒന്നുകൂടി അമർത്തുക. നിങ്ങൾ സ്നേഹത്തിനും ബഹുമാനത്തിനും ദയയ്ക്കും അർഹരാണ്. നിങ്ങളുടെ ശരിയും തെറ്റും തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. മറ്റൊരു സ്ഥിരീകരണം നിങ്ങൾക്ക് ഏറ്റുപറയാം. ഞാൻ സമാധാനം അർഹിക്കുന്നു. ഞാൻ സമാധാനം അർഹിക്കുന്നു. ഞാൻ രോഗശാന്തി അർഹിക്കുന്നു. ഞാൻ രോഗശാന്തി അർഹിക്കുന്നു. നിങ്ങൾ അറിയാതെ ഒരു ആത്മാരാധകരായ വ്യക്തിയുടെ വേദന ഏറ്റുവാങ്ങിയപ്പോൾ നിങ്ങൾ സ്വയം ദേഷ്യവും വെറുപ്പും പ്രകടിപ്പിച്ചിട്ടുണ്ടാകും. ഈ നിമിഷം നിങ്ങളുടെ മനസ്സും ശരീരവും ശാന്തമായിരിക്കുന്ന ഈ നിമിഷം സൗമ്യവും അനുകമ്പയും നിറഞ്ഞ ശബ്ദത്തോടെ സ്വയം ക്ഷമിക്കാനുള്ള സ്ഥിരീകരണങ്ങൾ നിങ്ങൾ സ്വയം ഏറ്റുപറയുക. നിങ്ങൾക്ക് ഏറ്റുപറയാം, ഞാൻ എന്നോട് തന്നെ ക്ഷമിക്കുന്നു. ഞാൻ എന്നോട് തന്നെ ക്ഷമിക്കുന്നു.
ഞാൻ എന്നെ കുറ്റപ്പെടുത്തലുകളിൽ നിന്ന് മോചിപ്പിക്കുന്നു. ഞാൻ എന്നെ കുറ്റപ്പെടുത്തലുകളിൽ നിന്ന് മോചിപ്പിക്കുന്നു. ഞാൻ ആത്മസ്നേഹത്തിനും സ്വാനുകമ്പയ്ക്കും യോഗ്യനാണ് അല്ലെങ്കിൽ യോഗ്യയാണ്. ഞാൻ ആത്മസ്നേഹത്തിനും സ്വാനുകമ്പയ്ക്കും യോഗ്യനാണ്. സ്വാനുകമ്പ അതുപോലെ സമൂലമായ സ്വീകാര്യത വേദനയെ മായ്ക്കുന്നില്ല, പക്ഷേ അത് ഭാരം ലഘൂകരിക്കുന്നു. അതിനാൽ നിങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യത്തോടെയും കൂടുതൽ വ്യക്തതയോടെയും കൂടുതൽ സ്വസ്നേഹത്തോടെയും മുന്നോട്ട് പോകാം. ഏതാനും നിമിഷങ്ങൾ കൂടി ശ്വാസോച്ഛ്വാസ നിരീക്ഷണത്തിൽ നമുക്ക് നമ്മുടെ ധ്യാനം തുടരാം. ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്വാസോച്ഛ്വാസ അവബോധത്തിലേക്ക് തിരികെ വരിക. നിങ്ങളുടെ ശരീരത്തിന്റെ അവബോധം പൂർണ്ണമായും വീണ്ടെടുക്കുക. നിങ്ങളിരിക്കുന്ന മുറിയെക്കുറിച്ച്, നിങ്ങളിരിക്കുന്ന ആ സ്ഥലത്തെക്കുറിച്ച്, ആ ചുറ്റുപാടുകളെക്കുറിച്ച് പൂർണ്ണമായും അവബോധമുള്ളവരാകുക. ധ്യാനം കഴിഞ്ഞു. നിങ്ങൾക്ക് ശാന്തമായി നിങ്ങളുടെ കണ്ണുകൾ തുറക്കാം. Okay. Okay, thank you, sir. Okay, നമുക്ക് ഷെയറിങ്ങിലേക്ക് പോകാം. ജോഷ് സാർ കേൾക്കാമോ? റോയ് സാർ, ജോഷ് സാർ, മാം, ശുദ്ധോധനൻ ഡോക്ടർ, എല്ലാവരും മെഡിറ്റേഷൻ തന്നെയാണോ? അനിൽകുമാർ സാർ കേൾക്കുന്നുണ്ടോ? മിനി മാം, കൺവേർട്ട് ചെയ്യാലോ? അനിൽകുമാർ സാർ അൺമ്യൂട്ട് ചെയ്യാത്തതുകൊണ്ടാണോ?
അല്ല അനിൽകുമാർ സാർ പറഞ്ഞോ. യെസ് സർ. യെസ്. അനിൽകുമാർ സാർ കേൾക്കാമോ? കേട്ടു സാറേ, സാറേ. നല്ല മെഡിറ്റേഷൻ ആയിരുന്നു. ഞാൻ കുറച്ച് കയറുന്നില്ലായിരുന്നു, എങ്കിലും എനിക്ക് വളരെ നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. നല്ലൊരു മെഡിറ്റേഷൻ ആയിരുന്നു. എല്ലാവരും നമ്മൾ അൺകണ്ടീഷണൽ ലവ് വേണം, എല്ലാവരും ക്ഷമിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ആൻഡി സാർ പറഞ്ഞു. അതുപോലെ സാറിന്റെ അതിനു മുമ്പുള്ള ക്ലാസ്സും വളരെ നല്ലത് തന്നെയായിരുന്നു. ഇത്രേ പറയാനുള്ളൂ. ഓക്കെ. താങ്ക് യു സാർ. താങ്ക് യു സാർ. വേറെ ആരാ ഷെയർ ചെയ്യുന്നത്? ജോഷി സാർ കേൾക്കുന്നുണ്ടോ? രത്നമ്മ, സിനിതാമ്മ, സ്നേഹലതാമ്മ, റോയ് സാർ, അപ്പം ഈ ഒരു വിഷയം അത്രമാത്രം ഡെപ്ത് ഉള്ളതാണ്. ഈ ക്ലാസ്സുകളിലൂടെ പ്രത്യേകിച്ച് മെഡിറ്റേഷനിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളുണ്ടാകുന്ന ഫീലിംഗ് കൃത്യമായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ശരിക്കും ഇങ്ങനെയുള്ള വ്യക്തികളെ ചേഞ്ച് ചെയ്യുന്നതിന് പകരം നമ്മൾക്ക് എങ്ങനെ സിറ്റുവേഷനിൽ മാനേജ് ചെയ്യാം എന്നുള്ള ഒരു രീതിയാണ് ഏറ്റവും കൂടുതൽ അവലംബിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം നമ്മുടെ ഇന്റേണൽ പാർട്ടാണ്, ഇന്റേണൽ റിഫ്ലക്ഷനാണ്. അതിനെ എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്ന് ആനന്ദ സാർ വളരെ കൃത്യമായിട്ട് നമ്മളോട് സംസാരിച്ചു. വേറെ എന്തെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ആഴ്ച ഇതിന്റെ ടോപ്പിക് ഉണ്ടോ സാർ? ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങിയില്ല. ഇത് തന്നെ ചെയ്താലോ എന്ന് ഓർക്കാം. 1-2 ക്ലാസ്സോടെ എടുത്താലോ എന്ന് ഉണ്ട്. പക്ഷേ ഞാൻ എന്താണെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് തീരുമാനിച്ചില്ല. ഞാൻ പറയാം സാറേ. ഞാനൊക്കെ ഒരു കാര്യം പറഞ്ഞിട്ടേ. സന്തോഷം. സാറിനെ പ്രത്യേകം ഇന്നത്തെ ദിവസവും അഭിനന്ദിക്കുന്നു. തീർച്ചയായിട്ടും ക്ലാസിന്റെ വളരെ ആഴത്തിലേക്ക് ഇറങ്ങി തന്നെ കാര്യങ്ങൾ പതിവ് പോലെ തന്നെ ഇന്നും ഒരുപടിയുടെയെങ്കിലും കൂടുതലായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ പ്രത്യേകം അഭിനന്ദനങ്ങൾ. എനിക്കൊരു കുഞ്ഞൊരു നിർദ്ദേശം തോന്നുന്നത് ഇതാണ്. ഇപ്പൊ ഈ ക്ലാസ്സുകളെല്ലാം തന്നെ പ്രത്യേകിച്ച് ഇന്നുമൊക്കെ ആത്മാരാധകരായിട്ടുള്ള ആളുകളോടൊപ്പം വസിക്കുന്നവർക്ക് ഉണ്ടാകുന്ന നേരിടേണ്ടതിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിനുള്ള പ്രിക്കോഷൻസോ ഒക്കെയാണ് പ്രധാനമായും ഊന്നൽ നൽകുന്നത്. എനിക്ക് മറ്റൊരു ആശയം കൂടെ, അതായത് അവര് മാത്രമല്ല, ഈ ഒരു ആത്മാരാധകനാണോ ഞാനെന്ന ഒരു സന്ദേഹമുള്ള ഒരാളിന്, ഇല്ലെങ്കിൽ ഒരാൾ എങ്ങനെ അതിൽ പെടാതിരിക്കണം എന്നുള്ളതിന് ഇനിയും അല്പമായിട്ടെങ്കിലും അങ്ങനെ ഉള്ള ഒരാള് ഇതൊന്ന് കേട്ട് എനിക്കൊന്ന് പിന്തിരിയണം എന്ന് തോന്നുന്നവർക്ക്, അങ്ങനെ ഈ 3 തരത്തിലുള്ള ആളുകൾക്ക് അവരെ കൂടെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ ക്ലാസ്സിനെ വേറൊരു ഫ്രെയിമിൽ കൂടി ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. താങ്ക് യു സാർ. തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ക്ലാസ് അതേ കുറിച്ചാകാം. ഓക്കെ. ആം ഐ എ നാർസിസിസ്റ്റ് അല്ലേ? അതെ. അത് തന്നെ വ്യക്തിയെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യുക അല്ലെ, ആ വ്യക്തിക്ക് തിരിച്ചറിവ്. അത് തന്നെ 3 തരത്തില്. ഇപ്പൊ ചിലർക്ക് ഞാനൊരു വലിയ ആത്മാരാധകനൊന്നും അല്ലെങ്കിലും എനിക്കൊരു ചെറിയൊരു തോന്നൽ ഞാനും അങ്ങനെയാണോ എന്നുള്ള ആളുകൾ, അല്ലെങ്കിൽ ചിലർക്ക് അറിയാം ഞാൻ അങ്ങനെയാണ്, എന്നാ എനിക്കൊന്ന് മാറിയാ കൊള്ളാവുന്നുണ്ട്, അതിന് എന്നാണ് ഞാൻ ഇനി ചെയ്യേണ്ടത് എന്ന് തോന്നുന്നവരുണ്ട്. ഇനി അല്ല ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല, ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ ഇത് ആകരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ 3 ടൈപ്പിലും അതിനെ ഒന്ന് എന്ത് ചെയ്താൽ, ഒന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു.
ഓക്കെ. ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ച പോലെ 11 ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ ഇത് നീണ്ടു പോകുന്നതിൽ എത്ര പേർക്ക് താല്പര്യമുണ്ടെന്ന് അറിയത്തില്ല. പക്ഷേ എന്നെ ചില ആളുകൾ വ്യക്തിപരമായിട്ട് കോൺടാക്ട് ചെയ്യാറുണ്ട്. ഈ ക്ലാസ്, ഈ വിഷയം കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞ്. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ആത്മാരാധകരായ വ്യക്തികളുടെ വേദനകൾ ഏറ്റുവാങ്ങിയിട്ടുള്ള പലരും പല ഗ്രൂപ്പുകളിലുണ്ട്. ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ മാത്രമല്ലല്ലോ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പലരും എന്നോട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്, വീണ്ടും കണ്ടിന്യൂ ചെയ്തത്. പക്ഷേ ഏതായാലും തീർച്ചയായിട്ടും നമുക്ക് അതേക്കുറിച്ച് ഞാൻ അടുത്ത ആഴ്ചയിൽ ഞാൻ സംസാരിക്കാം. ഒരു Okay. how to identify. Okay. Thank you, sir, for the suggestion. Yeah. Thank you. സാധാരണ അങ്ങനെയുള്ള വ്യക്തികൾ പൊതുവെ ഈ ക്ലാസ് കാണാറില്ല. പക്ഷെ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാം. Yeah. കാണാറുമില്ല, കേൾക്കാറുമില്ല. Of course, yeah. അല്ല, Yes, തീവ്ര ആളുകൾ ചിലപ്പോൾ ഒരുപക്ഷെ ആ വ്യത്യാസം തീവ്ര തലത്തിലുള്ള ആളുകൾ ഒരുപക്ഷെ സോ ഓക്കെ, വേറെ ആർക്കും ഒന്നും ഷെയർ ചെയ്യാനില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സർ വൺസ് അഗെയിൻ. പ്രൊഫസർ എന്നാ പറഞ്ഞേ? ജോഷ് സാർ. അല്ല, തീവ്ര തലത്തിലുള്ള ആളുകൾ ഒരുപക്ഷെ ഈ ക്ലാസ് കേൾക്കാൻ ഇപ്പം വരുന്നില്ലായിരിക്കാം ചിലപ്പം. കാരണം അവരറിയുന്നില്ലല്ലോ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ളത്. എന്നാൽ ഈ പലർക്കും ഇത്തരത്തിലുള്ള സ്വഭാവ പ്രകൃതിയൊക്കെ ഉണ്ടാകും ചെറിയ തോതിലെങ്കിലും. എന്നാൽ അവര് ഒരിക്കലും അത് അവർക്കാണെന്നുള്ള നിലയിൽ സമ്മതിക്കത്തുമില്ല. അവര് മറ്റുള്ളവരുടെ അല്ലെങ്കിൽ അയലോക്കത്ത് കണ്ടു അല്ലെ മറ്റിടത്ത് കണ്ടെന്നൊക്കെ പറയാൻ തയ്യാറാകത്തുള്ളൂ. ഒന്നത്. പിന്നെ വിക്ടിംസ് ആണ് ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വിഷമിക്കുന്നവര്. അവരാരോടെങ്കിലും ഒക്കെ തുറന്ന് പെട്ടെന്ന് തന്നെ പറയാനും തയ്യാറാകും. എന്നാൽ നമ്മൾ ഇതാരും പറഞ്ഞാലും കൊള്ളാം പറഞ്ഞില്ലേലും കൊള്ളാം, എല്ലാവരെയും മുന്നിൽ കണ്ടുകൊണ്ട് ഒന്ന് ചെയ്യണമെന്നുള്ളൊരു അർത്ഥത്തിലാണ് ഞാൻ പറയാനിടയാകുന്നത്. എനിക്ക് എന്നെ കുറിച്ച് തന്നെ സംശയമുണ്ട്, ഞാനൊരു ആത്മാരാധകനാണോ എന്നതുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്. ഓക്കെ. ഇപ്പോഴാണ് അതിന് ശരിയായിട്ടുള്ള കാരണം വന്നത്. അല്ല, എനിക്ക് ആകുമ്പോ പറയാമല്ലോ, വേറെ ഉള്ളവര് ചിലപ്പോ പറയണമെന്ന്. നമുക്കല്ല, നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരിലും അത് ഉണ്ട്. എല്ലാവരിലും എത്ര ഡിഗ്രി ഉണ്ട്, ഏത് സാഹചര്യത്തിലാണ്, ആരെഴുത്താണ് പ്രയോഗിക്കുന്നത്, ഇതൊക്കെയാണ് വേരിയേഷൻസ് വരുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും സെൽഫ് ഇവാലുവേഷന്റെ പാർട്ട് എപ്പോഴും ചെയ്യുന്നത് നന്നായി. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് പുതുതായിട്ട് റീസ്ട്രക്ചർ ചെയ്യാം. സോ താങ്ക് യു ജോഷ് സാർ. ഓക്കെ, വേറെ ആർക്കും കമന്റ്സ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. നാളത്തെ ദിവസം നമുക്ക് വായു മലിനീകരണവുമായി ബന്ധപ്പെട്ട ഹോളിസ്റ്റിക് ഹെൽത്തിന്റെ ഒരു ക്ലാസ് ആണ് സനൽ സാർ. സോ ഓക്കെ, ഗുഡ് നൈറ്റ്, സി യു. Okay, bye bye. Good night.